कौन है भाई? कहाँ जा रहा है? कृष्ण कुरुप, कृष्ण कुरुप। क्या कुरुप? कहाँ जा रहा है? बोलना। ए रोक, ए सुनो। कृष्ण कुरुप बेटा। ചേട്ടൻ ഇത്ര അടുത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. നീ വന്നെന്തിനാ? വീട്ടിൽ അമ്മിണിയെ കാണാൻ ഏതോ ആലോചനക്കാർ വന്നിട്ടുണ്ട്. ഈ ഷർട്ടും കൊണ്ടുപോയിട്ട് വേഗം വരാൻ സരസ്വതി ചേച്ചി പറഞ്ഞു. പീതാംബരൻ ഉണ്ടോടാ കൂടെ? ഉണ്ട്. ആ നീ ഇവിടെ നിൽക്കേ. അടിയോടിയേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ആ പീതാംബരൻ അമ്മണിക്ക് ഒരു ആരാധന കൊണ്ടുവന്നിരുന്നു, അവർ വന്നിട്ടുണ്ട്. അവൾക്കതിന് കല്യാണത്തിനുള്ള പ്രായമായോ? കുറച്ചുകൂടെ കഴിയിട്ടോ. കഴിയും തോറും എനിക്ക് ആദ്യം കൂടെ ഉള്ളൂ. ഇക്കാലത്ത് പെൺകുട്ടികൾ പ്രായമായാല് എത്രയും വേഗം നല്ല പയ്യനെ നോക്കി കെട്ടിച്ചു കൊടുക്കണം. ഓ അങ്ങനെയാണല്ലേ? ആ അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം താൻ കല്യാണം കഴിച്ചെന്നില്ലാതെ പൂമര ഇതുവരെ പൂത്തില്ലല്ലോ. ആ ആ മേശയോട് പറയാൻ മറക്കല്ലേ. അതൊക്കെ പറഞ്ഞോളാം. ഇതെങ്ങോട്ടാ? കുറുപ്പ് പോയിക്കോ, മേസ്തിരിയോട് ഞാൻ പറഞ്ഞോളാം. ഓ ആ അതൊരു കല്യാണക്കാരിയാണേ. കുറുപ്പിന്റെ മോൾക്കൊരു ആലോചന. ആ കല്യാണക്കാരിയാണെങ്കിൽ വളരെ ആലോചിക്കണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് എന്തും തീരുമാനിക്കാവും. വരുന്ന ഓരോ ആലോചനകളും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വിശദമായി ചിന്തിച്ചത് കൊണ്ടാണ് 63 ആലോചനകൾ വന്നതിന് ശേഷവും എന്റെ മകൾ 38ാമത്തെ വയസ്സിൽ യാതൊരു അറ്റകുറ്റവും കൂടാതെ സൗഭാഗ്യവതിയായി ഇപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്നത്. കുറുപ്പിനോട് ആ വിലാസവും കൂടി തരാൻ പറയും, ഞാൻ അന്വേഷിക്കാം. വന്ന് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ജാതി സർക്കസ് പോലെ ആയിരിക്കാം. ഈയിടെ 2 കെട്ടിയത് ആകാശത്ത് വെച്ചല്ലേ. ഒരു പ്ലെയിനാണ് ഇത്ര സ്ത്രീധനം. ശുദ്ധ വട്ടം എന്നല്ലാണ്ട് എന്താ പറയാ. ഈ സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം തന്നെ എടുത്തു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. വന്നു. വന്നിട്ട് അതേ സമയം ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കുട്ടിയുടെ ഫോട്ടോയും കണ്ടു. അത് മുതല് ഇവിടെ വന്ന് കുറുപ്പേട്ടനെ കണ്ടേ പറ്റൂ. ഇരിക്കെ, ഞാനിപ്പോ വരാം. ശരി. എങ്ങനുണ്ട്? തരക്കേടില്ലെന്ന് തോന്നണേ. സ്ത്രീധനം എന്ന ഏർപ്പാടിനേ അവരെതിരാണത്രേ. അല്ല, ഇത്ര ഭാഗം കിട്ടിയ തീരും നിർബന്ധമുള്ളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരരുതെന്ന് ഞാൻ പീതാമ്പരോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. എന്താ കൊടുക്കാൻ? വാങ്ങി വെച്ചാൽ ഈ വീട്ടിൽ ഒരൊറ്റ സാധനം കാണില്ല. ആകെ 4 ലഡുണ്ട്. അത് 4 കൂടി പൊടിച്ചൊരു പ്ലേറ്റിലിട്ട് 2-3 സ്പൂണും വെച്ച് കൊടുക്കാച്ചാ. പിന്നെ ചായയും. അത് മതിയല്ലേ? മതി. ആയിക്കോട്ടെ. ചായപ്പീടിയെന്ന് വല്ല കേക്കോ പഴംപൊരിയോ വല്ലോ വാങ്ങിക്കൊണ്ട് വരണോ? വേണ്ട വേണ്ട, ഇവിടെ ഇത്തിരി ദാരിദ്ര്യം ഉണ്ടെന്ന് അവരറിഞ്ഞോട്ടെ. അമ്മണിക്ക് 2 ഏട്ടന്മാരുണ്ടെന്നല്ലാതെ പീതാമ്പൻ അവരെ പറ്റി മറ്റൊന്നും പറഞ്ഞില്ല. അതെ, എനിക്ക് 2 ആൺമക്കളാ, സുധാകരനും വിനയനും. പിന്നെ അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടിയുണ്ട്, സുമതി. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 കൊല്ലം ആകുന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. മൂത്തോനുണ്ടല്ലോ സുധാകരൻ, മലയാളമ്മയാ. ഇപ്പൊ തൂത്തുക്കുടിയില് തേക്കിന്റെ ബിസിനസ്സാ. തേക്കിനൊക്കെ ഇപ്പൊ എന്താ വില? തേക്കിനൊക്കെ ഭയങ്കര വിലയാ. പക്ഷെ ഇവന്റെ തേക്ക് മുളച്ചു തുടങ്ങുന്നേ ഉള്ളു. ഈ തേക്ക് നട്ടാല് 20 കൊല്ലം കഴിയുമ്പോ 50 ലക്ഷം രൂപ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഓർഡറൊക്കെ ആയിട്ട് അങ്ങ് തൂത്തുക്കുടി വരെയൊക്കെ പോയിരിക്കുക. അവിടെ ആവുമ്പോ നല്ല അസല് വെള്ളം കിട്ടും. തേക്കിന് പറ്റിയ കാലാവസ്ഥയും. 2ാമൻ വിനയൻ ബികോം കഴിഞ്ഞു. സർക്കാർ ജോലിയൊന്നും ആയിട്ടില്ല. പ്രൈവറ്റ് ജോലി ആയിരിക്കും. പ്രൈവറ്റും ആയിട്ടില്ല. ഈ പറഞ്ഞ 2 കൊണ്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് വല്ലതും ചെയ്താലേ തടിച്ചു പിടിക്കൂ. എന്റെ അച്ഛനാ കൊടുങ്ങല്ലൂർ എന്നുള്ള വരവാ. ഇവരൊക്കെ ആരാടാ മോനെ? വാ പറയാം. പേര് കേട്ട ഓട്ടം തുള്ളുകാരനായിരുന്നു. ഒരു ഇത്തിരി വകതിരിയോ വയസ്സുകാലത്ത് എന്നോട് കാണിക്കാൻ അച്ഛന് വിഷമമൊന്നുമില്ലല്ലോ. ഈ കോമാളി വേഷം കെട്ടിയ ആൾക്കാരുടെ മുമ്പിൽ എന്തിനാ എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നേ? കൊടുങ്ങല്ലൂർ നിന്ന് വന്ന ഉടനെ എനിക്കൊരു കുറി തൊട്ട് തരിക, ഞാനിത്തിരി മധുരം കൊടുക്കുക, ഒക്കെ ഒരു പതിവാ. നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമാ അതൊക്കെ. കേട്ടോ പീതാംബര, ആ അച്ഛന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു അമ്മിണിയെ ഞങ്ങൾക്ക് കിട്ടണമെന്ന്. കുറുപ്പേട്ട, ഇവനാണ് സഹദേവൻ. ജാതകം മാത്രമല്ല, ഇവന്റെ ജീവിതവും സ്വഭാവവും ഒക്കെ ശുദ്ധ. സ്ത്രീധനം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, സ്ത്രീയാണ് ധനം. സഹദേവന്റെ പെങ്ങൾക്ക് സ്ത്രീധനം അവർ കൊടുത്തിട്ടില്ല.
എന്ന് വെച്ച് വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? അതുകൊണ്ട് 40 പവന്റെ ആഭരണം ഇവര് കൊടുത്തു. അതുപോലെ സഹദേവന്റെ ചേട്ടൻ ഒരൊറ്റ കാശും സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എന്താ 42 പവനും കൊണ്ടാ അവന്റെ ഭാര്യ കയറി വന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ ഏതായാലും അതിലും കുറഞ്ഞ ബഹുമതി കൂടെ അങ്ങോട്ട് അയക്കില്ലല്ലോ. ഞങ്ങൾക്കത് മതി. പീതാംബര, ഞാനൊരു സത്യം പറയാം. ഈ കാണുന്ന എന്റെ മുഖത്തിനുള്ളിൽ വേറൊരു മുഖമില്ല. കാര്യങ്ങളെ വളച്ചിരിച്ച് പറയാനും എനിക്കറിയില്ല. സഹദേവൻ നല്ല കുട്ടിയാണ്. ഇവന്റെ പെങ്ങളെക്കാളും ഇവന്റെ ചേട്ടന്റെ ഭാര്യയെക്കാളും കൂടുതൽ സ്വർണം കൊടുത്ത് എന്റെ കുട്ടി അങ്ങോട്ട് അയച്ചാല് അതൊരു കുടുംബകലഹത്തിന് കാരണമാകും. 43 ആയാലും 39 ആയാലും കലഹിക്കും. അതുകൊണ്ട് അമ്മണി ഞാൻ അങ്ങോട്ട് അയക്കുന്നില്ല. കലക്കി അച്ഛൻ ഇത്രയധികം പവൻ ഒറ്റയടിക്ക് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഒന്ന് സംസാരിച്ച് പദം വരുത്തി വേണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരു ആലോചന എന്നൊക്കെ പറഞ്ഞാല് അത് കൊള്ളാം. ഇത്തരം കാലന്മാരിടയ്ക്ക് പറഞ്ഞയക്കാനേ ഇവളെ എനിക്ക് ദാനം കിട്ടിയൊന്നും അല്ലടി. ഓ, അവന്റെ ഒക്കെ ഒരു കണക്കേ 40, 42. ഏതായാലും അവരൊന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന് വെക്കായിരുന്നു. കാപ്പിയും പലഹാരവും എടുത്ത് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ചെല്ലുന്നത് സാധാരണയല്ലേ? ഞാൻ തന്നെ എത്ര പേരുടെ മുമ്പിൽ പോയിരിക്കുന്നു. അതിലൊരു തലശ്ശേരിക്കാരന് നിങ്ങളെക്കാളും ഭംഗിയുണ്ടായിരുന്നു. നബിന്നം കേട്ടായിരുന്നില്ലേ? എനിക്കയാളെ പിടിച്ചില്ല. അത് പറ. ദേ, അച്ഛൻ അവിടെ വാളും മടിയിൽ വെച്ച് പിണങ്ങിയിരിക്കുക. ഒന്ന് അങ്ങോട്ട് ചെല്ല. അച്ഛനെ ആദ്യം കാണുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് എനിക്ക് വിവരമില്ലെന്ന് വിചാരിച്ചപ്പോ ശമ്പളം കിട്ടട്ടെ, പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ലെങ്കിൽ മനുഷ്യനായ ഇത്തിരി ഈശ്വര വിശ്വാസം വേണം. ദിവസം 3 നേരം അച്ഛൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഈ വീടിന് ഇത്രയെങ്കിലും ഐശ്വര്യം. അച്ഛൻ പോയി കുളിച്ചോളൂ, ഞാൻ ചോറ് വിളമ്പി വെക്കാം. എന്താ അച്ഛാ? ഈടായിട്ട് അവൻ എന്നോട് ഒരു സ്നേഹമില്ല മോളെ. അച്ഛന്റെ വക ഇങ്ങനെ, മക്കളുടെ വക അങ്ങനെ. ചോദിക്കുന്നവരുടെ ഉത്തരം പറയുമ്പോഴാ നമ്മുടെ മക്കളെ എങ്ങും എത്തിയിട്ടില്ലെന്നുള്ള ബോധം വരുന്നത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ആവശ്യത്തിന് ഒരുത്തിനെ കിട്ടണ്ടേ? ഒരുത്തൻ തേക്കിടാൻ പോയിട്ട് 3 മാസമായി. ഇനിയൊരു കുറകനുണ്ടല്ലോ, അവനോടെ? ദീപം ദീപം ദീപം. ഏട്ടനീ സന്ധ്യ വരെ എവിടെയായിരുന്നു? വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊരു തൊഴിൽ രഹിതനാണ്, നിങ്ങളെല്ലാം വികാരരഹിതരും. ഒരു തൊഴിൽ രഹിതന്റെ വേദന വികാരരഹിതർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. രാമ 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 ഭാഗ്യമാം രാമ 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 മുത്തച്ഛ, കഞ്ഞി. രാമ രാമ ഭാഗ്യമാം. ഓ കഞ്ഞിമുത്തച്ഛ, കപ്പലകത്തൊരു കള്ളനിരുന്നാൽ എപ്പോഴുമില്ലൊരു സുഖമറിയണം. നീ രാവിലെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി. അത് രാവിലെ തന്നെ ചീറ്റി. കുറെ ഉഷ്ണിച്ച് വേർക്കാന്നല്ലാതെ ഒരു പൈസ കയ്യിൽ വരില്ല അച്ഛാ. ആ പണിക്ക് ഞാൻ ശരിയാവില്ല. ഒരു പണിക്കും നീ ശരിയാവും തോന്നുന്നില്ല. എത്ര മണിക്ക് ഞാൻ തന്നെ നിന്നെ പിടിച്ചിരുത്തിയ? BCom പാസ്സായ ഉടനെ ഇവനൊരു ട്യൂഷൻ ഏൽപ്പിച്ചില്ലേ? ആ ബേക്കറിക്കാരന്റെ മകളെ പ്രീ ഡിഗ്രി പാസ്സാക്കി വിടാൻ പഠിപ്പിക്കാൻ പോയി. ഇവൻ എന്തിനാ അവളെ പ്രേമിക്കാൻ പോയെ? അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് ഇവനൊരു ജോലിയായനെ. ഇതൊരു 100ാമത്തെ പ്രാവശ്യമാണ് അച്ഛൻ എന്നോട് പറയുന്നത്. 101 പ്രാവശ്യം ഞാനും പറഞ്ഞു ഞാനല്ല, അവളാണ് എന്നെ കയറി പ്രേമിച്ചതെന്ന്. കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും പ്രേമിക്കാമെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്നവർക്ക് കല്യാണത്തിന് മുമ്പും പ്രേമിക്കാം. ഒരു സ്ഥിരം ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്ധ്യ എനിക്ക് കെട്ടിച്ചേരാമെന്ന് ആ ബേക്കറിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ശമ്പളം കിട്ടുമ്പോഴും മുമ്പിൽ കടക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ങാനൊരാളില്ലെങ്കിലേ ഞാൻ തളരും. സർക്കാർ അവശ്യ കലാകാരന്മാർക്ക് കൊടുക്കുന്ന എന്റെ പെൻഷൻ ഉടനെ കിട്ടിയേക്കും. അത് മുഴുവനും മോനെടുത്തോ? അത് കിട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അച്ഛനൊക്കെ അവശനായി കിട്ടും. കുറുപ്പേ, ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന കയ്യിൽ കിട്ടിയ ശമ്പളം പ്രസവിക്കാനൊന്നും പോണില്ല. ശമ്പളം കൂടണമെങ്കിൽ കൊടി പിടിക്കണം. അടുത്ത് എന്നോട് സമരം ഉണ്ടാവുന്നാണ് കള്ളക്കണാരി മേസ്ത്രി പറഞ്ഞത്. അതൊന്നും വേണ്ടി വരുമെന്ന് എനിക്കും തോന്നുന്നത്. ഒരു ബോണസിന്റെ കാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. എന്റെ ഈ ശമ്പളം ആ ഗേറ്റ് കിടക്കുമ്പോ തീരും. അത്രയ്ക്ക് കൊടുത്ത് തീർക്കാനുണ്ട്. തീർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലടോ, മിച്ചം വെക്കാനാ പ്രയാസം.
എന്റെ പൂമരം പൂത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ തലവേദന ഇല്ല. തന്റെ പൂമരം ഇഷ്ടം പോലെ പൂത്തിട്ടില്ലേ, വല്ലതും മിച്ചം വെച്ചേ പറ്റൂ. ഓടാണിത്. കുറുപ്പേ, ഒന്ന് തന്നെ ഒരത്യാവശ്യത്തിനാണ്. 1000 രൂപ കടം തരണം. വേറെ അടുത്ത മാസം ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നോളാം. എന്റെ എവിടുന്ന കാശ്? അതെന്താ അങ്ങനെ പറയുന്നത്? കയ്യിലുണ്ടല്ലോ, കൊടുത്തൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ രണ്ടുപേരും കൂടെ 500 വീതം താ. അല്ലെങ്കിൽ മേസ്ത്രി ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ നിൽക്ക്. ശമ്പളം വാങ്ങിച്ച് ബാക്കിയുള്ളവർ ഈ വഴിക്ക് തന്നെയുള്ള വരുന്നത്. ഞാൻ ഈ തുണി മിരിച്ച് മേസ്ത്രിനെ ഇതിൽ കെടുത്തി ഒന്ന് ലേലം വിളിക്കാം. എത്ര പേര് പോകുന്നു നമുക്കൊന്നറിയാലോ. പലചരക്ക്, മീൻകാരി, അത് കൊടുത്തില്ലായിരുന്നേ പൊളിച്ചതെറിയ. പത്രം, ഇലക്ട്രിസിറ്റിയുടെ ഷോക്ക് അടിക്കുന്ന അഡീഷണൽ ബില്ല്, അമ്മിണിയുടെ പാവാട ധാവണി, അച്ഛന്റെ കുഴമ്പ്. ദേ, പാൽക്കാരന്റെ കാശ് കൊടുക്കണ്ടേ? പറഞ്ഞാലും അതുകൊണ്ടല്ലേ. അത് ഞാൻ എഴുതാൻ മറന്നു. കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ബാക്കിയുള്ള 425 രൂപ മുറുക്കി പിടിച്ചോണ്ടിരിക്കാൻ. ഇനി ഇതുകൊണ്ട് വേണം ബാക്കിയുള്ള ദിവസം നമുക്ക് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ. ഇനി ഇതിന് പാൽക്കാരനും കറക്കണോ? ദേ, അവൻ അപ്പുറത്ത് കാത്തു നിൽക്കുന്നു. അപ്പുറത്തൊന്നും നിൽക്ക. ഇനി പോലെ നമുക്ക് ചായയുടെ നിറമൊന്ന് മാറ്റിയാലോടി സരസു. ചായ ആയിട്ടും പാലായിട്ട് കുടിക്കണം. വെറുതെ എന്തിനാ കൂട്ടിക്കലക്ക് രണ്ടും ചീത്തയാക്കുന്നത്? അല്ലടാ ആരാണാ? അത് നേരെ കട്ടൻ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. അത് പാലൊഴിച്ചതിന് കിട്ടത്തില്ല. അതെ, നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ചായ മതി. അതുകൊണ്ട് നാളെ മുതൽ തന്റെ പാലോടെ വേണ്ട. അയ്യോ, പിള്ളേരൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടോ, അത് കഴിഞ്ഞ് മതി പാലും ചായയൊക്കെ. പാലിന്റെ വില കയറുന്നതനുസരിച്ച് അമ്പളം കൂടുന്നില്ലല്ലോ. നിങ്ങൾ ഒരു വക്കീലാവേണ്ടതായിരുന്നു. ചായക്ക് പാല് വേണ്ടാന്ന് അവനെ കൊണ്ട് തന്നെ പറയിച്ചില്ലേ? വക്കീലോ? ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ബുദ്ധി എന്റെ തന്ത എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഹൈക്കോടതി ജഡ്ജി ആയനെ. അനാവശ്യം പറഞ്ഞാൽ നല്ല പടം വെച്ചേരി. ഞാൻ 10ാം ക്ലാസ് തൊട്ടപ്പോ നാട് വിട്ട് ബോംബെക്ക് വന്ന് നിന്നോട് ആരടാ കഴുത പറഞ്ഞേ? ഞാൻ പഠിപ്പിക്കില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചേ? കൂലിപ്പണി എടുത്തിട്ടാ. അന്നൊക്കെ ഓട്ടത്തിൽ നടക്കില്ലായിരുന്നു അച്ഛൻ. ഞാനൊന്ന് തുള്ളിയത് കൊണ്ടാടാ നീയൊക്കെ കഞ്ഞി കുടിച്ചതും ഇന്നിങ്ങനെ ഒരു കുടുംബം ഉണ്ടായത്. ഇന്നിപ്പോ നിന്റെ ആൺമക്കൾ രണ്ടും പേടായി പോയി. അതിന്റെ തുള്ളലിന്റെ കുറ്റം. ഞാൻ പേടായതൊന്നുമല്ല, പേടായിട്ട് ജനിച്ചതാ. അങ്ങനെ ജനിക്കാനായിരുന്നു എനിക്ക് സൗകര്യം. നോക്കിക്കോ, എനിക്കൊരുത്തന്റെയും സഹായം ആവശ്യമില്ല. സർക്കാരിൽ നിന്ന് പെൻഷനൊന്ന് കിട്ടിക്കോട്ടെ, ഞാൻ എന്റെ വഴിക്ക് ഇങ്ങ് പോയിക്കോളാം. മുത്തച്ഛന് പോകാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനെന്തിനാ പെൻഷൻ? ഇല്ലമ്മേ. മതി, തമാശ പറഞ്ഞു തീ പിടിക്കുന്ന ഈ സംസാരം ഒന്ന് നിർത്തണുണ്ടോ എല്ലാരും? ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മൂത്ത കുരങ്ങനാ. നല്ലൊരു വസ്തു. അച്ഛനാ? വാ, നമ്മുടെ അച്ഛനെ നോക്കാം. ഇരിക്കണു മുതലേ അച്ഛോ, എന്തായി? വീട്ടിൽ പോകണ്ടേ? എന്നെ ഇതിനകത്ത് പിണ്ടം വെച്ചിട്ട് നീ എവിടെ പോയടാ മോനെ? എങ്ങനുണ്ട്? കളി മാറി കുറുപ്പേ, കളി മാറി. താൻ എന്ത് പണിയാടോ കേശായി കാണിച്ച? പിണക്കം മാറ്റാൻ ഒരു കുപ്പി കള്ളുടുക്കാൻ പറഞ്ഞപ്പോ കുളിപ്പിച്ചോ? ഞാൻ എന്ത് ചെയ്യാനെന്നേ, അങ്ങനെ 4 കുപ്പി തട്ടി. ഇങ്ങോട്ട് വാ, പോവാം. നീ എന്നെ ഒന്ന് എടുക്കടാ മോനെ. നടന്നു വന്നാ മതി. എടാ, ചെറുപ്പത്തില് നിന്നെ ഞാൻ ഒരുപാട് എടുത്തോണ്ട് നടന്നു. അതങ്ങനെ. നീ എന്തെങ്കിലും എന്നെ എടുത്തിട്ടുണ്ടോ? അത് ന്യായം. എടുത്തു കുറുപ്പേ. വെളുക്കാൻ തേച്ച പണ്ടായി പണ്ടാരം. അന്ന് നീ എന്റെ മേൽ ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതായിട്ട് ഒഴിവാക്കേണ്ട ചേട്ടാ, ഇഷ്ടം പോലെ ഒഴിച്ചോ, നമ്മുടെ ആളല്ലേ. എടോ ഒന്ന് താങ്ങടോ. സാധനങ്ങളല്ലേ? അതിലും വലിയ സാധനം എന്നാ പിടിച്ചോ, വണ്ടി പോട്ടെ. താഴ്ത്തിടല്ലേട്ടാ, നാളെയും വേണ്ടതാ. എന്റെ ഓർത്തല്ലായിരിക്കരുത്. താൻ പോ. എന്താ കുറുപ്പേട്ടന്റെ തോളിലെ? അതൊരു ചാക്ക അരിയ. 5000 678. നീ ആ വെള്ളം ചൂടാക്കേ. അച്ഛന്റെ മോന് ഒരുപാട് പ്രായമായി. മോനെടുത്ത് അകത്തോണ്ട് കിടത്തിയത്. എല്ലിന് ഇത്ര വെയിറ്റ് വരും. പിന്നെ സുമതിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിരുന്നു. ചന്ദ്രന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ലാത്രേ. അവർക്കിപ്പോ എത്ര വയസ്സായി? ഏയ്, അധികമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ ചിങ്ങത്തില് 86 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ വളരെ ചെറുപ്പമാണല്ലോ. വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കിയേക്കാം. നമ്മുടെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നില്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി. കഴിഞ്ഞ ചിങ്ങത്തില് 86 ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ പോയാൽ രാത്രി തന്നെ മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് മാറാനുള്ളൊക്കെ എടുത്തു വെച്ചു. രാവിലെ പോവാം. ചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാതെ കിടക്കായിരുന്നു. പുലർച്ചെ ഒരു 5 മണിയായിട്ടുണ്ടാവും. മുത്തശ്ശി ഇങ്ങനെ നാരായണ എന്ന് വിളിച്ചു. ഞാൻ കേട്ടോ നാരങ്ങ. ഉടനെ തന്നെ ഒരു നാരങ്ങ എടുത്ത് പൊളിച്ച് ഒരു അല്ലി എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. അതോടെ മുത്തശ്ശി. ഏതായാലും ഈ നാരങ്ങയുടെ കാര്യം ആരോടും പറയാൻ പോകണ്ട പുറത്ത്. അതെന്ത്? ചിലപ്പോ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും.
നാരങ്ങ കൊടുത്താ കൊലപാതകമാവോ? കാലം അതല്ലേ, രാഷ്ട്രീയക്കാരെങ്കിലും അറിഞ്ഞാ ഇനി കരഞ്ഞു കരഞ്ഞു വല്ല കേടും പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കേ. നന്നായി 5 മണിക്ക് ഉറങ്ങിയല്ലേ. ചന്ദ്രേട്ടനകത്തോട്ടിയല്ലേ അപ്പൊ ഞാൻ മുത്തശ്ശി ഇങ്ങനെ കിടന്നുണ്ട്. എനിക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയാഞ്ഞത്. ഇനി ഞാനും ചന്ദ്രേട്ടനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ കമ്മൽ അമ്മ എപ്പോഴാ വാങ്ങിയത്? അത് കുറി കിട്ടിയപ്പോ എടുത്തതാ. എന്റെ വളയൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അച്ഛാ, അടുത്ത തവണ ഞാൻ വീട്ടിൽ വരുമ്പോ കുറച്ചുകൂടി സ്വർണം കൂട്ടി ഈ വളയൊന്ന് മാറ്റി തരണേ. എന്റെ ഇടത്തിയമ്മേ, ഞങ്ങളെ ഇട്ടേച്ച് മുത്തശ്ശി പോയി. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അയ്യേ, ഈ കണ്ടക്ടർ പണി വിളിച്ച് പറയാനാണോ ചേട്ടൻ അത്യാവശ്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞത്? അതിന് ലീവ് എടുത്ത ഒരു കണ്ടക്ടർക്ക് പകരം പോകാനായിട്ട്? ലീവ് എടുത്തവന് പകരം പോയി അങ്ങനെയല്ലടാ ഒരു ദിവസം അവിടെ പെർമനന്റ് ആവുന്നത്. നിന്റെ കയ്യിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലേ? അതുകൊണ്ടല്ല ഏട്ടാ, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബികോം കാരനല്ലേ. മാത്രമല്ല എനിക്ക് ഈ കാക്കി പണ്ടേ ഇഷ്ടമല്ല. കയ്യെടുത്തേ. എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യ്, ഈ കാക്കിക്ക് പകരം വെൽവെറ്റ് ആക്ക്. വെൽവെറ്റ് കണ്ടക്ടർ എന്നുള്ള പേരും കിട്ടും. ഈ കണ്ടക്ടർ ജോലിക്ക് ഡെപ്പോസിറ്റ് അടച്ച് കയറി പറ്റാൻ ആളുകൾ ക്യൂ നിൽക്കുക. ആ ബസ് ഓണറുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ സമ്മതിപ്പിച്ചത്. നിന്നോർത്തിട്ടല്ല, നിന്റെ അച്ഛന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ. നീ തൊഴിലില്ലാത്തവനായി നിന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാലും എനിക്കൊരു ചുക്കില്ലടാ. എന്നാലും അതല്ല ഏട്ടാ, ഈ പരിചയക്കാരുടെ മുമ്പിലൂടെ ബാഗും തൂക്കി വിസിലൂതി ഒരു ബികോം ബീക്കോന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ചെപ്പി ഒന്നും പറയണ്ട ഏട്ടാ. ഇതെന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം. നീ ചത്താലും ഈ നാട്ടിലൊരു പുല്ലു സംഭവിക്കില്ലടാ. ആ വകയിൽ നിന്റെ അച്ഛന് മാസം തോറും 400 രൂപയെങ്കിലും ലാഭം കിട്ടും. കുടുംബത്തോട് സ്വല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി കെട്ടി തുനിച്ചാവടാ. എന്നാ ചേട്ടാ, കണ്ടക്ടർ എങ്കിൽ കണ്ടക്ടർ, ഡ്രൈവർ എങ്കിൽ ഡ്രൈവർ. ആ ബസ് കമ്പനിയുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്താ? മരിവിൽ ട്രാവൽസ്. ടിക്കറ്റ്. പുതിയ കണ്ടക്ടറാണ്, അതുകൊണ്ട് ടിക്കറ്റ് എല്ലാവരും ചോദിച്ചു വാങ്ങണം. ടിക്കറ്റ്. ഒരു ടൗൺ ഹാൾ. ടൗൺ ഹാളിലേക്ക് 1:20 അതെ. എനിക്ക് പരിചയമില്ലാത്തണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം കണ്ടക്ടറായിട്ട് പോകുന്നേ ഉള്ളൂ. ഞാനൊരു ബികോം കാരനാ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. ദാ, ബാക്കി കുറിച്ചിട്ടില്ല കേട്ടോ. ടിക്കറ്റ്. അതെ, ഒരാൾ ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനിമം ഒരു ടിക്കറ്റെങ്കിലും എടുത്തിരിക്കണം. പുതിയ ആളാണ്, സഹകരിക്കണേ. ടിക്കറ്റ്. സന്ധ്യ എന്താ എത്ര രാവിലെ? എന്താ രാവിലെ തന്നെ സന്ധ്യയോ? ഇത് ആ സന്ധ്യ അല്ലേ ഏട്ടാ? ചേച്ചി ഒന്ന് മാറിയിരിക്കും. ആ പിന്നെ ഞാൻ ക്ലാസ്സിലേക്കാ. ബസ്സിലോ? കാറോടെ? കാറിൽ പോരുമ്പോഴാണ് ഈ വേഷത്തിൽ വിനേട്ടനെ കണ്ടത്. വഴിയിലിറങ്ങി കാറ് തിരിച്ചയച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം. ഈ ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ സന്ധ്യ ഇങ്ങനെ കണ്ടുകിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഏതാ കണ്ടക്ടർ മോനെ ഈ കുട്ടി? എവളാണ് വല്യമ്മ എന്റെ ജീവിതത്തിലെ ഡ്രൈവർ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് കൊല്ലം 2 വാ, നിനക്ക് അച്ചുവേട്ടനെ പരിചയപ്പെടുത്തി തരാം. വേണ്ട. വരാൻ. അച്ചോട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ. ഇത്ര പെട്ടെന്ന് ആളെ കൈ കിട്ടിയോ? നല്ല രാശിയുള്ള ദിവസമാണല്ലോ മോനെ നീ തുടങ്ങിയത്. എവിടാ കുട്ടിയുടെ വീട്? ശ്രീകൃഷ്ണന്റെ അമ്പലത്തിന്റെ അടുത്താണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ ഞാനും. ആങ്ങളമാരില്ല. അത് നന്നായി. പിന്നെ അച്ഛന് ബേക്കറി ഉണ്ട്. അപ്പൊ പിന്നെ കല്യാണത്തിന് ഒരുപാട് മൈസൂർ പാക്കും ലഡുവും ജിലേബിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇനി ദിവസവും ഈ ബസ്സിൽ കയറിയാൽ മതി. ഞാനിത് സ്ഥിരമായിട്ട് റൈറ്റ്. ഇന്നത്തെ മൊത്തം കളക്ഷൻ 811. തുടക്കം മോശമല്ലെന്ന് അച്ചുവട്ടം പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ജോലി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്ഥിരമാവാൻ വല്ല വഴിയും ഉണ്ടോടാ? സ്ഥിരം ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, അമ്മ നോക്കിക്കോ. ഞാൻ ആ റൂട്ടിൽ ഇനി എന്നും പോവും. ആ കണ്ടക്ടർ ലീവ് കഴിഞ്ഞ് വന്നാല് അവനെ വേറെ റൂട്ടിലോട്ട് തട്ടാൻ അച്ചുവട്ടിനൊരു കളി കളിച്ചോളും. നീയല്ലേ പറഞ്ഞ കണ്ടക്ടർ പണി നിന്റെ അന്തസ്സിന് പറ്റിയതല്ലെന്ന്. അന്തസ് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞത് നേരാ. ഇത്രയും അന്തസ്സും മനസമാധാനവും സന്തോഷവും ഈ ജോലിക്കുണ്ടാവുന്ന ഞാനും വിചാരിച്ചില്ല അച്ഛാ. ഇവനെന്തോ കൽക്കണ്ടം കടിച്ചിട്ടുണ്ട്. അതാ ബസ്സിൽ പോവാൻ ഇത്രയും ഉത്സാഹം. അതെ, കടിച്ചിട്ടുണ്ട്. അത് കണ്ട് വെള്ളം ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ തൊലി ചുളിയുന്ന പ്രായത്തില് കൽക്കണ്ടം പോയിട്ട് ഒരു കഷ്ണം ഉപ്പ് പോലും മുത്തച്ഛന് കടിക്കാൻ കിട്ടൂല. അതെ, അച്ഛനായോണ്ട് പറയാണ്, മുത്തച്ഛനെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും.
താരം തൂകും തേനും തേടിപ്പാറിപ്പോവല്ലേ മേഘമേ താഴത്താക്കിൽ താഴം പൂവിൻ തങ്കത്തേനില്ലേ മോഹമേ വനമയിലാടും അഴകിൽ ഈ സ്വരഗന്ധർവസഭയിൽ രാഗമായി വന്നാൽ സഫലം ലാവണ്യം താഴ്വരയിൽ കാളിദാസമേഘം പോലെ നീയും താണിറങ്ങി വന്നാൽ വൃന്ദഗാനമായി ഋതുവാറും പോത്തുപാടും മാരകാകളി അതിലൊരു ധ്വനിരസമായി ഞാനുണരും താഴത്താറ്റിൽ താഴം പൂവിൻ തങ്കത്തേനില്ലേ മോഹമേ ഈ സ്വരഗന്ധർവസഭയിൽ രാഗമായി വന്നാൽ സഫലം ലാവണ്യം രാവുകളിൽ ഷാജഹാന്റെ മോഹം പോലെ നീയും മാധവീലതാഗ്രഹം പോകുമെങ്കിലോ ചന്ദ്രചന്ദനം അതിലൊരു ലയസുഖമായി ഞാനൊഴുകും താരം തൂക്കും തേനും തേടിപ്പാറിപ്പോവല്ലേ മേഘമേ താഴത്താട്ടിൽ താഴം പൂവിൻ തങ്കത്തേനില്ലേ മോഹമേ വനമയിലാടും അഴകിൽ ഈ സ്വരഗന്ധർവസഭയിൽ രാഗമായി വന്നാൽ സഫലം ലാവണ്യം ഇതെപ്പോഴാ ഇതിനകത്ത് കയറിയത്? ടിക്കറ്റ് എടുത്തോ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് 35 വർഷമായി. എന്റെ ഏട്ടന മലയാളം എം എക്കാരനായതുകൊണ്ട് സാഹിത്യത്തിൽ സംസാരിക്കുന്നതാ ഇഷ്ടം. ഞാൻ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ശരി എന്നെ ചീത്ത പറയും. അത്രയ്ക്ക് സ്നേഹ. സുധാകരൻ തൂത്തുക്കുടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓ വന്നോ? ഇനി എന്താ ഏതാന്നൊന്നും ചോദിച്ച് അവനെ വിഷമിപ്പിക്കണ്ട. എന്താ ഒരു മുൻകൂർ ജാമ്യം? ഓ നീ വന്നോ? എന്നാലും ഇത് എന്തൊരു പോക്കാടാ സുധാകര നീ പോയത്. എടാ ഈ തൂത്തുക്കുടി എന്ന് പറഞ്ഞ അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ, ഒരു കത്തയച്ചൂടെ? അച്ഛാ അത് 11 ഇല്ലന്റുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ എഴുതാൻ സമയം കിട്ടണ്ടേ? നിന്റെ തേക്ക് പരിപാടി എന്തായി? ഗുണം കിട്ടുവോ? ഈ നാടിന് തേക്കല്ല അച്ഛാ ആവശ്യം, പിന്നെ സത്യസന്ധത. ഇന്ന് നട്ട് 20 കൊല്ലം കഴിഞ്ഞ് മുളച്ചാലും കുഴപ്പമില്ല. സത്യസന്ധതയുടെ വിത്ത് ആരെങ്കിലും ഈ നാട്ടിൽ കുറച്ച് നട്ടേ പറ്റൂ. നീ സാഹിത്യം കളാ. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് 3000 രൂപ കടമെടുത്ത് അതിനെ തൂത്തുക്കുടിയിൽ അയച്ചത്. സകല ചെലവും കഴിഞ്ഞ് ആദ്യത്തെ ശമ്പളം തന്നെ 2000 കവിയുന്നല്ലേ നീ പറഞ്ഞേ? നിന്റെ 2000 കവിഞ്ഞില്ലേ? അച്ഛാ അതൊക്കെ ബ്രോഷറിലടിച്ച് ആൾക്കാരെ പറ്റിക്കല്ലേ. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല വന്നാല് കഷ്ടമല്ലേ?
അച്ഛാ ഒരൊറ്റ മാസം കൊണ്ട് 7500 യൂണിറ്റ് വിൽക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടത്. ടാർജറ്റിലെത്താൻ 2500 കുറവേ ഉള്ളൂ. തലപ്പത്തിരിക്കുന്ന ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ കള്ളക്കളിച്ച് കൂട്ടു നിൽക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളത്തില്ല അച്ഛാ ഒറ്റൊരെണ്ണത്തിന്. അപ്പൊ 3000 പോയോ? ഇല്ല, 1700 തിരിച്ചു കിട്ടി. 1300 പോയി കിട്ടി. അതെ. എന്താ സംഭവിച്ചത്? അതെ, ഭൂമിയിൽ മുമ്പ് തൂത്തുക്കുടി എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവൻ തേക്കുമായിട്ട് അവിടെ ചെന്നോടെ അത് ഇല്ലാതായി. അത്ര തന്നെ. അമ്മണി എടുത്തോ. വല്യേട്ടന് കുളി കഴിഞ്ഞിടാ വല്ലതുണ്ടോ? വല്ലതുണ്ടോന്ന്? ഇല്ലാതെ ഇത് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു മുണ്ടു ഷർട്ട് പെട്ടെന്ന് അലക്കിത്തരാം. എന്തുവാടി ഈ കമ്മലിന് മീത് വേറൊരു ഫിറ്റിങ്? ഏട്ടൻ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ? ഇപ്പൊ എല്ലാരും ഇങ്ങനെയാ. ഓ നീ ടൈപ്പിന് ചേർന്നോ? ഏയ്, MA-ക്കാർക്കും BCom-കാർക്കും ഒക്കെ ജോലി കിട്ടാതെ നടക്കുമ്പോഴാ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് എനിക്ക്. എടി, ഈ പെൺപിള്ളേരെ ടൈപ്പ് പഠിക്കാൻ പോകുന്നതിനാ? എന്തിനാ? 10ാം ക്ലാസ് ജയിച്ചാലും തോറ്റാലും ഇനിയൊരുത്തിന്റെ പെടലിച്ച് കെട്ടിവെക്കുന്നത് പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതിനപ്പുറം നീ ഒന്നും മനസ്സിൽ അവനെ കാണണ്ട. എനിക്ക് ഇവിടെ ഉള്ള സ്ഥലമൊക്കെ മതി. ഓ, ഇതെന്തിനാ ഈ പേഴ്സ്? അലക്കാനാ? ആ, അലക്കാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ പടം 5-10 കാണൂ. 5-10 മാത്രമല്ല, ഇതിന്റെ അകത്തൊരു മുഖവും കാണുന്നുണ്ട്. വല്യേട്ടൻ ഇപ്പോഴും ഈ ഫോട്ടോ പേഴ്സിൽ ഇനി ഇവിടെ എല്ലാം കണ്ടിട്ട് നീ സത്യം പറ, ഈ ചേച്ചി ഇപ്പൊ എവിടെയാ? ഏത് ചേച്ചി? സീതാലക്ഷ്മി ചേച്ചി. ഈ കുട്ടി കല്യാണം കഴിച്ച ഹൈദരാബാദിൽ പോയിട്ട് വർഷങ്ങൾ കുറെ ആയെന്ന. ഇത് കല്യാണത്തിന് മുമ്പ് നീ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നോണ്ടാ വല്യേട്ടൻ കല്യാണം കഴിക്കാത്ത. ഓ, അതിനോട് അകത്തേക്ക് കഴിക്കാൻ ഒരു വഴിയും കാണാതിരിക്കുമ്പോഴാ കല്യാണം. ഇത്തിരി വൈകിപ്പോയി അച്ഛട്ടാ, ഞാൻ ഒപ്പിട്ടിട്ട് വേഗം വരാം. തനി വന്നേ. പോയിട്ട് കാര്യമില്ല. എന്താ? ലീവിൽ പോയ ഭരതൻ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നു. തന്റെ റൂട്ട് മുതലാളി മാറ്റി. അയ്യോ, അപ്പൊ എന്റെ സന്ധ്യ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടൂ. താൻ പോയ ബസ്സിലെ കണ്ടക്ടർ ഭരതൻ ഇന്ന് ലീവ് കഴിഞ്ഞു വന്നു. നീ തൽക്കാലം 33 പൈലറ്റിൽ പോ. അതിലെ കണ്ടക്ടർ ഇന്നും നാളെ ലീവാ. ഭരതനെ 33-18 മാറ്റിയിട്ട് എനിക്ക് പഴയ റൂട്ട് തന്നെ തന്നൂടെ മുതലാളി? ആ റൂട്ട് എനിക്കിപ്പോ കാണാപ്പാടാ. അത് പറ്റില്ല. തനിക്ക് ഞാൻ പറയുന്ന റൂട്ടേ പോകാൻ പറ്റുമോ? പറ്റില്ല. ആ, എന്നാ തനിക്കുള്ള പണിയില്ല, പോ. അമ്മണി, ആ മിക്സിംഗ് എടുത്തേ. ആ അല്ലമ്മേ, പെട്ടെന്ന് ഇങ്ങനൊരു പനി വന്ന് അടിയോടെ ഇന്നലെ വന്നിരുന്നു ചേട്ടനെ തിരക്കി. തേക്ക് വാങ്ങിയവർക്കൊക്കെ ഞാൻ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട്. 20 വർഷം കഴിഞ്ഞ് ചെന്നാൽ അവർക്കൊക്കെ തേക്കും കിട്ടും. 20 വർഷം കഴിഞ്ഞ് ചെന്നാൽ അവിടെ തേക്കിന്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഏട്ടനെ വിശ്വസിച്ച് പണം മുടക്കിയവർക്ക് അവിടെ ചെന്ന് തേക്കിന്റെ 16 അടിയന്തരവും നടത്തി മടങ്ങാം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസക്കുറവുണ്ടോ? ഉണ്ടേ പറ. വിശ്വാസ കുറവുണ്ടെങ്കിൽ തന്നെ അച്ഛൻ അത് മുഖത്ത് നോക്കി പറയില്ല. അതാ അച്ഛനെ എനിക്ക് വിശ്വാസമില്ലാത്തത്. എന്റെ മനസ്സിൽ പല പുതിയ പദ്ധതികളുണ്ട് അച്ഛാ. എന്താ, ചിലതൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ തൂത്തുകൂടി ഇങ്ങോട്ട് പോന്നിരിക്കുന്നേ. അച്ഛാ, നമുക്കേ ഒരു വികലാങ്ങനെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? എന്റെ കൈയും കാലും തല്ലി ഒഴിച്ചെന്നാ ഞാൻ വേണേ ഒരു വികലാങ്ങനാകാം. അങ്ങനെയാണെങ്കിൽ അതിലും നല്ലത് മുത്തച്ഛനാ. അച്ഛാ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഒരു വികലാങ്ങനുണ്ടെങ്കിൽ നമുക്കൊരു STD ബൂത്ത് തുടങ്ങാം. പേപ്പറുകളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു STD ബൂത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ കമ്മീഷൻ? വല്യേട്ടാ, ഓ, നമ്മുടെ ഉണ്ണിവാസുവിനെ പിടിച്ചൂടെ? ഉണ്ണിവാസു ഒരു വികലാങ്ങനല്ലേ? പറഞ്ഞ പോലെ ഉണ്ണിവാസു വികലാങ്ങനാണല്ലോ. ഉണ്ണിവാസു, സുധാരേട്ടനോ? വന്നു ഞാൻ അറിഞ്ഞു. നീ ഇങ്ങോട്ട് വന്നേ. ചൂണ്ടയിലൊന്നും കൊത്തിയിട്ടില്ല. കൊത്തുമോന്ന് നമുക്ക് നോക്കാം, വാ. എന്താ സുധാരേട്ടാ? നീ മതി. ഏട്ടൻ STD ബൂത്തിന് തറക്കല്ലിട്ടു അല്ലേ? തറക്കല്ലോ? ചേച്ചി പറയുന്ന ഉണ്ണിവാസുവിനെ കിട്ടിയ കാര്യം അമ്മേ. ഓ, അതാണോ? വിചാരിക്കുന്ന ഏത് കാര്യം നടത്താനും ഇവിടെ ഓരോരുത്തർക്കും നല്ല സാമർഥ്യ. അവരുടെ ഏത് ആഗ്രഹത്തിനും അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുകയും ചെയ്യും. എന്റെ കാര്യം വരുമ്പോ മാത്രം ആർക്കും ചെവി കേൾക്കൂല. നിന്റെ ഏത് കാര്യത്തിനാ ഇവിടെ ചെവി കേൾക്കാതിരുന്നിട്ടുള്ളത്? എനിക്കൊരു സിന്ധി പശുവിനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നാളെ എത്രയായി? ചേട്ടന്റെ കായക്കച്ചവടം വന്ന് ആഴ്ചയിൽ 3 ദിവസമായി. പിടിച്ചു കെട്ടാൻ ഒരു പശു ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാം. അച്ഛനോട് പറഞ്ഞ് അമ്മ ഒരു 5000 രൂപ വാങ്ങിത്താ. പശുവിനെ വാങ്ങി ഞാനിത് ശ്രീധനത്തിന്റെ കണക്കിൽ ചേർത്തോളാം. പശുവിനെ വാങ്ങണമെന്ന് പറഞ്ഞു തന്നെയല്ലേ കഴിഞ്ഞ വരവിലും ചേച്ചി കാശ് വാങ്ങിപ്പോയത്? ആ കാശ് കൊണ്ട് പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കാന്ന് എന്റെ ഭർത്താവ് പറഞ്ഞ
എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓരോ തവണ ചേച്ചി ഇവിടെ വന്നു പോകുമ്പോഴും കിട്ടാവുന്നതൊക്കെ കൊണ്ടുപോകാറില്ലേ? ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നിർത്ത്. നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് അച്ഛനൊന്നും പറയാത്തത്. മുളക് വാരി മോത്തിരിക്കും ഞാൻ എപ്പോഴാടി അച്ഛനെ ബുദ്ധിമുട്ടിച്ചത്? ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടെങ്കിലേ അതെനിക്കും കൂടി അർഹതപ്പെട്ടത് തന്നെയാ. ഒരു കല്യാണവും കഴിച്ച് ഒരുത്തിനോട് പൊറുക്കുമ്പോഴേ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. മിന്നു കഴുത്ത വീണതുകൊണ്ടായില്ല മോളെ. ഒരു ഭാര്യയാവാനേ ഒരുപാട് സർക്കസ് കളിക്കണം. ഈ പശു ഒരു സർക്കസ് ആണെന്ന് കരുതിയാ മതി. കള ഒന്ന് നിർത്ത്. അച്ഛൻ വരുമ്പോ നിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ആരാ തേങ്ങ ഇടുന്നേ? നീ എന്തുവാടായി കാണിക്കുന്നേ? എനിക്ക് തിരുവനന്തപുരം വരെ പോകാൻ ഇത്തിരി കാശ് വേണം. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ തരില്ല. അതുകൊണ്ട് പ്രകൃതി നിർത്തും. ഇതെടുത്താ നീ വിവരം അറിയും. തേങ്ങാക്കാരന്റെ കയ്യിൽ നിന്ന് അടുത്ത വെട്ടിനുള്ള പണം കൂടി മുൻകൂർ വാങ്ങിച്ചിട്ടാ കഴിഞ്ഞ മാസം അച്ഛൻ നിങ്ങൾക്ക് ചോറ് തന്നത്. ഇതിൽ നിന്ന് ഒരൊറ്റ തേങ്ങ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിനാ. ഒരത്യാവശ്യം എനിക്ക് കേൾക്കണ്ട. കുറെ ദിവസം കണ്ടക്ടറായിട്ട് നടന്നിട്ടേ പാന്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും വാങ്ങിച്ചതല്ലാണ്ട് വീട്ടു ചെലവിന് നീ എന്തെങ്കിലും തന്നോ? എനിക്കും ആവശ്യങ്ങളില്ലേ അമ്മേ? ആവശ്യത്തിനെ സ്വന്തമായിട്ട് സമ്പാദിക്കണം. ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? തട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ എങ്ങനെയായിരുന്നാലും എനിക്ക് വിരോധമില്ല. ഈ തേങ്ങയിൽ നിന്ന് ഒരൊറ്റ എണ്ണം എടുത്ത് പോകരുത്. ആഹാ, അപ്പൊ എന്റെ കാശ്? ഇനി നിന്റെ കാശ്. തിരിച്ചു വയ്യാൻ ചേട്ടാ 25 രൂപ കൂടുതലായിരുന്നത്. 50 രൂപ കയറ്റിയാലും വാങ്ങാൻ ആളുണ്ട്. സൂപ്പർ സ്റ്റാറിന്റെ പടവാ. പോരാത്തിന് 7 ഇടിയും. വേഗം ചെല്ല്. സീറ്റ് നമ്പർ ഒന്നുമില്ല. ടിക്കറ്റ് ഉണ്ടോ? ഞങ്ങൾ 4 പേരുണ്ട്. 4 ഉണ്ട്. പക്ഷെ 100 രൂപയാവും. എത്രയായാലും വാ. ബ്ലാക്കിലേ ഉള്ളൂ. 4 എണ്ണത്തിന് 100 രൂപ. സാരില്ല. തുറച്ചു നോക്കിയൊന്നും വേണ്ട. കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. തൽക്കാലം ഈ ഒരു മാർഗ്ഗമേ കണ്ടുള്ളൂ. എനിക്ക് നല്ലൊരു പണി കിട്ടട്ടെ. നിനക്കും നിന്റെ കൂട്ടുകാരികൾക്കും എന്റെ ചെലവിൽ ഒരു മാറ്റിനി കാണിച്ചു തരാം. എவ்வளவு കൂടിയുള്ളതുണ്ട്? 100 വേണ്ട, 50 മതി. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിപ്പിച്ചതാ. ലേഡീസും കൂടി ഉൾപ്പെട്ടതാണോ ഇവരുടെ റാക്കറ്റ്? എങ്കിൽ കേറിക്കോ, ഞാൻ സൽക്കരിക്കാം. ബ്ലാക്കിൽ ആര് ടിക്കറ്റ് വിറ്റാലും ഞാൻ തൂക്കും. ബ്ലാക്കിൽ ആര് ടിക്കറ്റ് വാങ്ങിയാലും ഞാൻ തൂക്കും. കള്ളന്മാരെ തൂക്കുന്നത് രാംകുമാർ IPS ഒരു നാടൻ കല മാത്രമാണ്. വണ്ടിവിടെ. ഓരോ പുലിവാലേ. തുടക്കത്തിൽ തന്നെ പോലീസ് പിടിച്ചത് നന്നായി. ഇല്ലെങ്കിൽ നാളെ അവൻ വല്ല ബാങ്കും കൊള്ളടിച്ചാനെ. അതെ, നമ്മള് തന്നെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഒരു വക്കീലിനെ കൊണ്ടുവരല്ലേ നല്ലത്. ഇപ്പൊ തൽക്കാലം ഞാൻ തന്നെ വക്കീലാവാ. നന്നായിരിക്കും. എന്തേ? ആണുങ്ങളായ ഒരു ധൈര്യം വേണം. പാടോ. ഇതുപോലെ നാടക റിഹേഴ്സലും മറ്റാണോ? പോലീസ് സ്റ്റേഷൻ, ചെറുവാറ്റ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. പോലീസുകാര്. അവസരം ഇനിയുമുണ്ടോ മനുജ? അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ മനുജ? അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ? സാർ ഇത്രയും സഹൃദയനാണെന്ന് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോ തോന്നിയില്ല. ആദ്യത്തെ വിരട്ടലും മറ്റും കണ്ടപ്പോ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. സംഗീതത്തിന്റെയും കവിതയുടെയും മുന്നിൽ ഞാൻ എന്നും ഒരു ദുർബലനാണ്. ഞങ്ങളുടെ ഭാഗ്യം. അപ്പോൾ പകൽ നിങ്ങൾ വീടുകൾ തോറും പാട്ടുപാടി നടക്കും. അതെ. അങ്ങനെ കണ്ട വീടുകളിൽ രാത്രി കക്കാൻ കയറും. ഞങ്ങളുടെ പതിവ്. കളവിന് സംഗീതത്തെ കൂട്ടുപിടിക്കുന്ന കള്ള റാസ്കൽസ്. നിന്നെ ഒതുക്കാനാണ് ഞാൻ ഈ കാക്കി കുപ്പായിട്ടിരിക്കുന്നത്. കിടിപിടികളല്ല മുറിച്ച് ഒറ്റക്കാലം നിൽക്കടാ. ഹാർമോണിയം തൊഴുതു നിൽക്കാൻ ഞാൻ വെളിച്ചപ്പാടൊന്നും അല്ല. കേറി വാ. കാര്യം എന്താണെന്ന് തുറന്നു പറ. കളവോ കൊലപാതകമോ? ഞാൻ കുറുപ്പ്. ഇത് അടിയോടി. അത് രണ്ടും ഒരു കുറ്റമല്ല. സാർ അതെന്റെ അച്ഛനാ. ഓ, ബ്ലാക്ക് മാർക്കറ്റ്. അച്ഛൻ മോന്റെ കളക്ഷൻ നോക്കി വന്നായിരിക്കും അല്ലേ? അല്ല, അവനൊരു വൃത്തികേട് കാണിച്ചതിന്റെ അകത്താണെന്ന് അറിഞ്ഞു. സാറ് മാന്യനായ ഒരു ഇൻസ്പെക്ടർ ആയതുകൊണ്ട് ഇവിടെ വരെ വന്ന് വിവരറിയാന്ന് വെച്ചു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. അല്ല, കുറുപ്പും ഒരു മാന്യനാണ്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ അവനെ ചാർജ് ചെയ്തോളൂ. ഞങ്ങൾ വരട്ടെ. നിൽക്ക്.
കുറുപ്പ് എന്ത് കുറുപ്പാണ്? കൃഷ്ണക്കുറുപ്പാ. എവിടെയാ താമസം? ഇവിടെ അടുത്താ. ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം മകൻ പോക്കരുത്തരം. എനിക്ക് വളർന്നത് ചെർപ്പളശ്ശേരിയില്ല, ജോലിയായിട്ട് വന്നതാ. ചേർപ്പളശ്ശേരി എവിടാ? പറഞ്ഞാ അറിയോന്ന് തോന്നുന്നില്ല. ചിറ്റാരിക്കൽ എന്ന് പറയും. ചിറ്റാരിക്കൽ ഒരു മാധവൻ ഉണ്ണിത്താനുണ്ടല്ലോ. ഉണ്ട്, ഞങ്ങൾ ബന്ധുക്കളാ. പക്ഷെ ഞങ്ങളാരും ഇങ്ങനെ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് നടക്കാറില്ല. മാധവൻ ഉണ്ണിത്താൻ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. ഓഹോ, സാധാരണ തീപ്പെട്ടി കൊള്ളിയല്ലേ കത്താറുള്ളൂ. ഇത് തീപ്പെട്ടി കമ്പനി അങ്ങനെ തന്നെ കത്തിപ്പോ. ഭയങ്കര തമാശകൾ പറയല്ലയോ? ഇടയ്ക്കൊക്കെ പറയും. ഇതുപോലെ വല്ലതുണ്ടോ കയ്യില്? ചെറുതായിട്ടുണ്ട്. ആ, ഈ തീപ്പെട്ടി കമ്പനി എരിഞ്ഞപ്പോ നഖശിഖാന്തം പൊള്ളി ഒരുത്തനെ ചേർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തിയിരുന്നു 8 മാസം. അറിയോ? അറിയാം. ഒരു നാരായണൻകുട്ടി. അറിയാം. എന്റെ മൂത്ത സഹോദരന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ, ഇളയമ്മയുടെ, ചെറിയമ്മയുടെ, അമ്മാവന്റെ, നാത്തൂന്റെ മകന്റെ മകൻ നാരായണൻകുട്ടി. അതെ. എന്റെ അച്ഛനാണ്. ഫാദർ. ചിറ്റമ്മ. മോനെ നമ്മുടെ ബന്ധുവാ. അതെയോ ചേട്ടാ? റാസ്കൽ, പോലീസ് സ്റ്റേഷനിലാണ് ബന്ധം. അവിടെ ചുമ്മാ ഒന്ന് വരട്ടിയതാ, ഞാൻ തുറന്നു വിടാ. അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടവന്ധരെ അന്ധർ നയിപ്പൂ. ഓക്കെ. നീ തിരിച്ചു പോ. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമൊക്കെ വീട്ടില്. പഠിച്ചിട്ടും തൊഴിൽ കിട്ടാത്തവരാ ഞങ്ങള്. മാനേജ്മെന്റ് പറയുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാ. വീട്ടിൽ പോടാ. വാദിയും പ്രതിയും തമ്മിൽ ഇവിടെ വെച്ച് അക്രമമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ? ഇനി അതും ഇതും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട. ഒക്കെ കഴിഞ്ഞില്ലേ? കമ്പനിയിലെ സമരവും തീർന്നു. സമരം തീർന്നത് ഞാൻ ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഇടപെട്ടത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ 1 by 1 ആയിട്ട് കേസ് ചാർജ് ചെയ്ത് ഇവൻ ആജീവനായിട്ട് അകത്തിടാൻ എനിക്ക് ഒറ്റ സംഭവം മാത്രം മതി. ആജീവനാന്തം ജയിലിൽ കിടക്കണമെങ്കിൽ അതിനേക്കാൾ എളുപ്പമുള്ള വഴി എനിക്കറിയാം. പറയൂ. ഒരാളെ കൊല്ലുക. അതും സ്ഥലം സബ് ഇൻസ്പെക്ടർ ആയാൽ കൂടുതൽ നന്നായിരിക്കും. ചിറ്റപ്പ, എനിക്ക് പെട്ടെന്ന് കോടതി വരെ ഒന്ന് പോകണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. അമ്മണിയുടെ ഏതമ്മണി? ഇവിടെ പറഞ്ഞ. ഓഹോ, അവള് ഏതോ ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ പോയിരിക്കുക. കയറി കിടന്നോളൂ. എന്തിന്? നമ്പർ 11 അതെ. ആ, ഇവിടെ കിടന്നോളൂ. അതിന് ഞാൻ റിസൾട്ട്. അതെ, അതിനു മുമ്പ് ഇതിന്റെ പുറത്ത് കയറി കിടക്കണം. ആ മാല അഴിച്ചോളൂ. നേരെ കിടക്കൂ. എന്താ, പേടിയുണ്ടോ? കുറച്ച്. എന്തിന്? അച്ഛന്റെ എക്സ്റേയുടെ റിസൾട്ട് അറിയാൻ ഇവിടെ വന്നിങ്ങനെ കിടക്കണം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിട്ടേനെ. ആരുടെ എക്സ്റേ? അച്ഛന്റെ. ആ ചീട്ടൊന്ന് കേട്ട്. ഇത് കൗണ്ടർ നമ്പർ 2. ദേ കണ്ടില്ലേ, സെക്കൻഡ്. മുകളിലും താഴെ ഓരോ വരയുണ്ട്. എവിടെ? ആ, തെളിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇറങ്ങി പുറത്തിറങ്ങി ഇടതുഭാഗത്ത് 2ാമത്തെ കൗണ്ടർ, സെക്കൻഡ്. സോറി. അല്ലെങ്കിലേ ആശുപത്രികളെ പറ്റി പൊതുജനങ്ങൾക്ക് എന്നും കംപ്ലൈന്റാ. പത്രക്കാരെങ്ങാനും ഇത് അറിഞ്ഞാൽ ആളെ മാറി ഓപ്പറേഷൻ നടത്തിയെന്നവരെഴുതും. എന്റെ ജോലി തെറിപ്പിക്കുന്ന പണിയാ കുട്ടി ചെയ്തത്. പേരെന്താ? അമ്മിണി. അച്ഛന് ഒരു കുഴപ്പമില്ല. പഞ്ചസാര തീരില്ല. അയ്യോ, പഞ്ചാര തീരെയില്ലേ? എന്നാ പോകുന്ന വഴിക്ക് കുറച്ച് മേടിച്ചോണ്ട് പോവാം. റിസപ്ഷനിലെ നെയിം ബോർഡില് ഏട്ടന്റെ പേരൊരാൾ തെരയുന്നുണ്ട്. ആര്? ചെന്ന് നോക്ക്. നിന്റെ അച്ഛൻ കൊണ്ടുവരുന്ന ആലോചനക്കാർക്ക് നിന്റെ അമ്മയെ തന്നെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. അതോടെ നിന്റെ അച്ഛൻ രക്ഷപ്പെടും, നമ്മൾ സേഫ് ആവുകയും ചെയ്യും. ആശുപത്രിയിലാണെങ്കിലും ഇത് തന്നെയല്ലേ കഷ്ടം. സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാണെന്ന് കരുതിയാൽ മതി. ഇവനെ അത്രയ്ക്ക് അധികം അങ്ങോട്ട് വിശ്വസിക്കണ്ട. എന്റെ അനിയനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജന്മന ഒരു ആർത്തിക്കാരനാ.
സ്വന്തം കാര്യം സിന്ദാബാദ്, അത്രേ ഉള്ളൂ. എന്നാ എന്റെ ഈ സ്വന്തം കാര്യത്തിൽ ഏട്ടൻ ഇടപെടണ്ട. സ്റ്റാമ്പ് വലിപ്പത്തിലുള്ള ഒരു പഴയ ഫോട്ടോയും പേഴ്സിനകത്ത് വെച്ച് നടക്കുന്ന ഉണക്ക പ്രേമമല്ല ഞങ്ങളുടേത്. ബി പ്രാക്ടിക്കൽ. സന്ധ്യ, നമുക്ക് സന്ധ്യയ്ക്ക് കാണാം. എന്താ പേരെന്ന് പറഞ്ഞത്? ഇപ്പൊ തന്നെ 3 പ്രാവശ്യം പറഞ്ഞു. സേതു. ആ, സേതു. ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ആലോചിച്ചാൽ പറഞ്ഞു വന്ന് ഞാൻ പെട്ടെന്ന് മറക്കും. പണ്ട് മുതലേ അങ്ങനെയാണ്. സേതു. ആ, സേതു. സേതുവിന് എന്റെ പെങ്ങളെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹം. അതെ, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. ടീച്ചറാ. ഒരുപാട് നാളായിട്ട് അമ്മ നിർബന്ധിക്കുന്നു. മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അമ്മണിയെ കണ്ടപ്പോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടി അവളാണെന്ന് തോന്നി. അതാണ് ചേട്ടനോട് നേരിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചത്. വിരോധം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അധ്യായം അടയ്ക്കാലോ. നിങ്ങളുടെ ഈ തന്റെ ഇടം എനിക്ക് ഇഷ്ടമായി. ഈ തന്റെ ഇടം കാണിക്കാൻ മറന്നുപോയുണ്ടല്ലോ. ഇഷ്ടം തോന്നുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഞാൻ അച്ഛനോട് പറയാം. മോളവിടെ നിൽക്കേ. എന്റെ മോന് തെറ്റിയിട്ടില്ല. നിന്നെ പോലൊരു മരുമകളെയാ ഞാൻ ആഗ്രഹിച്ചതും. മരുമോളായിട്ടല്ല, മോളായിട്ടാ നിന്നെ ഞാൻ കാണുക. എന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആ മക്കളൊന്നും ഒരു കര പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് അനിയത്തിയോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. കഴിയുന്നതും വേഗം അമ്മണിയെ ഞങ്ങൾക്ക് തരണം. ഉറപ്പായിട്ടും തരണം. എന്ന് വെച്ച് ഒരുമാതിരി കുറുപ്പിന്റെ ഉറപ്പോലെ അവരത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനും ഒരു കുറുപ്പാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. എന്താ അത്? അച്ഛൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തതല്ലേ ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോയിക്കോളാന്ന്. എന്നിട്ടെന്താ, പറഞ്ഞ വാക്ക് കാറ്റി പറത്തി ഒരു ഹാർട്ട് അറ്റാക്കിന്റെ പേരും പറഞ്ഞ് നെഞ്ചത്ത് കൈയും അമർത്തി പിടിച്ച് മൂപ്പരങ്ങ് പോയി. അമ്മയും ഞാനും തനിച്ചായി. നമുക്ക് നടത്താം. അടുത്തു വരുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഉറപ്പായിട്ട് നടത്താം. സാറിന് ഏറെ മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളൊക്കെ സാറിന് ഭാഗ്യത്തിൽ തെളിയാൻ പോവുകയാണ്. സാറിന് ഈ അടുത്ത മാസം 25-ാം തീയതി കഴിഞ്ഞ് കിട്ടിയാൽ ചില പ്രതീക്ഷകളൊക്കെ സാധ്യമായി വരും. സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കണ്ടുവരുന്നു. ഈ തത്ത വിചാരിച്ചാലൊന്നും തന്റെ തലയിലെഴുത്ത് മാറില്ല. തലയിലെഴുത്ത് മാറണ ഒരു ലക്ഷണം എന്റെ കയ്യിലുണ്ട്. ഇതൊന്നേ പോരാതെ. വിനയന്റെ ജോലിക്കാര്യം പറഞ്ഞ് ഞാൻ അളിയന് അയച്ച കത്തിന് അളിയന്റെ മറുപടി എനിക്ക് ഇന്നാണ് കിട്ടിയത്. മംഗലാപുരത്തിനപ്പുറത്ത് അവന്റെ സുഹൃത്തിന്റെ ഒരു തോട്ടത്തില് സൂപ്പർവൈസറുടെ ഒരു ജോലി ഒഴിവുണ്ട്. ആ ജോലി വിനയന് ശരിയാക്കി കൊടുക്കാന്നാണ് ദേ ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ദേ ഒരു കാര്യമുള്ളൂ, വിനയനെ അവർക്കൊന്ന് കാണണം. അവൻ ഒറ്റയ്ക്ക് അയച്ചാൽ ശരിയാവില്ല. 2 ദിവസം ലീവ് എടുത്ത് താനും കൂടെ ഒന്ന് പോണം. ഇത് കിട്ടും. എന്നാലും അവിടെ ചെന്ന് ഇത്തിരി അധ്വാനിച്ച് നേടിയെടുക്കാൻ അവനോട് പറയണം. ഇതൊരു നല്ല സമയ. അമ്മിണിയുടെ കല്യാണവും വിനയന്റെ ജോലിയും. ഞാൻ പറഞ്ഞില്ലേ താൻ പച്ച പിടിക്കുമെന്ന്. സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാൻ പോകുന്ന അറിഞ്ഞപ്പോ സായിപ്പിന്റെ ഒരു ഗമ ഉണ്ടില്ലേ. ഇന്നേ ബേക്കറിയിൽ സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കണമെന്നാ കേട്ടത്. അമ്മണി, അച്ഛന്റെ ബാഗ് എവിടെ? ദാ എടുക്കുന്നു. നിന്റെ കല്യാണവും എന്റെ ആദ്യത്തെ ശമ്പളവും ഒന്നിച്ചാവുമെന്ന് അടിയോടി പറഞ്ഞത്. ഒരു 5-6 മാസത്തെ ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ. ഞാൻ നിനക്ക് 2 ഹെയർ പിൻ വാങ്ങി തരുന്നുണ്ട്. എനിക്കറിയാം അത്ര തന്നെ ഉണ്ടാവൂന്ന്. ನೋಡ್ರಿ, ಇಲ್ಲಿಂದ ಸ್ಟ್ರೈಟ್ ಹೋಗಿದ್ರೆ ಮಂಗಲಾಪುರಂ, ಅಲ್ಲಿ 55 കിലോമീറ്റർ ഹർപ്പനഹള്ളി. ഇവിടെ നിന്ന് നേരെ പോയാൽ മംഗലാപുരം. മംഗലാപുരത്ത് നിന്ന് 55 നാഴിക ഹർപ്പനഹള്ളി. ഹള്ളി എന്ന് പറഞ്ഞ ഗ്രാമം. അവിടുന്ന് ഒരു ജീപ്പ് പിടിച്ച് നേരെ കിഴക്കോട്ട് പോവാ. അതാണ് ശാവന്നൂര്. ഇത് ഒരുമാതിരി പിള്ളേരെ പറ്റിക്കണമല്ലുണ്ടല്ലോ. എലിയെ പിടിക്കാൻ പൂച്ചയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതല്ലേ. ഇതും ഒരു എലിപിടുത്തം തന്നെയാ. തന്റെ അച്ഛനോട് ആരോട് ഇതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു നോക്കാൻ പറഞ്ഞത്? ഈ ഉന്നത കലാകാരന്റെ അവശ പെൻഷൻ എന്തായി? പെൻഷൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ കലാകാരനായിരിക്കണം, ഇല്ലെങ്കിൽ അവശനായിരിക്കണം. മുത്തച്ഛൻ ഇത് രണ്ടുമല്ല. തനി തോന്നിയവാസി. തോന്നിയവാസി എന്തിന്റെ തന്തയാടാ? ഇപ്പോണ്ട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. ഇനി പോകാൻ നേരം വല്ലതും പറഞ്ഞ അച്ഛനെ പിണക്കണ്ട. ഇറങ്ങുകയല്ലേ? 9 ആകാലുള്ളൂ. ഇനി ധൈര്യം ഇറങ്ങാം. വന്ന് വന്ന് മലയാള അമ്മ ജ്യോതിഷത്തിലും കൈവച്ചോ? ഒന്ന് പോടാ. അച്ഛാ,
ഇന്നലത്തെ കളക്ഷനാ. സൗകര്യം പോലെ അടച്ചാൽ മതി. ദാ, ഇത് അച്ഛന്റെ കയ്യിലിരിക്കണം. വേണ്ട വേണ്ട വേണ്ട, നിനക്ക് പോസ്റ്റ് ഓഫീസ് അടയ്ക്കാനുള്ള കാശല്ലേ? എന്റെ ആവശ്യമുണ്ടാ? ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇതിരുന്നോട്ടെ. വാങ്ങു കുറുപ്പേ, അവനൊരു ഗുരുത്തം കിട്ടട്ടെ. ദേ പിന്നെ അവിടെ ചെന്ന് നിന്റെ ജാടയൊന്നും കാണിച്ചേക്കരുത്. കാലി വീണിട്ടായാലും ശരി, ജോലി നക്കിയെടുത്തോളണം. ആ തോട്ടം ഉടമസ്ഥന്റെ കാല് തന്നെ വാരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. എന്താ പോരെ? മതി, നിന്നെ എനിക്ക് അറിയില്ലടാ കുട്ടി. എന്നാ അങ്ങോട്ട് ഇറങ്ങാം. സ്റ്റേഷൻ വരെ ഞാനും വരാം. പോയിട്ടെ. പിന്നെ അച്ഛനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, വെറുതെ കറങ്ങി നടക്കരുത്. ಏನ್ರಿ ರಾಯ್ರೆ, ಬೆಳಿಗ್ಗೆ ಗೌಡೆ ಬಂದನ? ಇಲ್ಲ. ಬಂದ್ರೆ ನನ್ ಮನೆಗೆ ಬರೋದು ಕೇಳು. സോറി. മറന്നുവിടಬೇಡ. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും അച്ഛാ? അധികമില്ല, ഒരു 3 മണിക്കൂർ യാത്ര വരും. ജോലി കിട്ടുമായിരിക്കല്ലേ? കിട്ടണം. നേരാമണ്ണ ആപ്ലിക്കേഷൻ അയച്ചിട്ട് കിട്ടാഞ്ഞുകൊണ്ടല്ലേ നേരിട്ട് എല്ലാം അടിയോടി പറഞ്ഞത്. പിന്നെ അടിയോടിയുടെ ഒരു ബന്ധമുണ്ടല്ലോ അവിടെ. നല്ല സ്ട്രോങ് കാപ്പി. ഉടുപ്പി ബ്രാഹ്മിൻസിന്റെ അല്ലേ? കാപ്പിയുടെ കാര്യത്തിൽ ഇവരെ കഴിഞ്ഞേ ഉള്ള ആരും. ഇത് കുറെ നേരമായാലും ആറ്റിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതങ്ങ് കഴിച്ചൂടെ? കഴിക്കണം. പിന്നെന്താ ഒരു പ്രശ്നം പോലെ? വയറിന് നല്ല സുഖമില്ലേ? നല്ല സുഖമില്ല. എന്തു പറ്റി? ഞാനീ പേഴ്സ് ഇവിടെ വെക്കാറുള്ളതേ, അതാരോ പോക്കറ്റ് അടിച്ച്. മണി 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ ഒരു ഈച്ച പോലും ഇല്ല. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ടാക്സി പിടിച്ചു പോവായിരുന്നു. എന്നാലും അത് ആരാ അച്ഛന്റെ പോക്കറ്റ് അടിച്ചത്? അഡ്രസും ഫോൺ നമ്പറും നിന്നിട്ട് ആരെങ്കിലും പോക്കറ്റ് അടിക്കാറുണ്ടോ? ആ വഴികളിൽ ലോറിയും കാണും. കൈ കാണിച്ച് നോക്കിയാലോ? ഉറങ്ങില്ലേടാ? നീ ഉറങ്ങി, ഞാൻ ഉറങ്ങല്ലേ? നമ്മളുറങ്ങിയ ഡ്രൈവർ ഉറങ്ങും. അയാളാണ് 2 വീശിട്ടുണ്ട്. നല്ല മണം. ഓ ചേട്ടാ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ಕೊಳ್ಳಿಗಳಿಂದ ನೇರಾಗಿ ಬರ್ತಾ ಇದ್ದೀನಿ. ಯಾಕೆ ಎದುರಿಸ್ತೀರಾ? ഞാൻ പറഞ്ഞില്ലേ കുടിച്ചിട്ടില്ല എന്ന്. എന്തായാലും നീ ഇരുന്ന് ഉറങ്ങണ്ട. എന്താ അമ്മേ? അടിയോടി വന്ന് പറയുന്നു ബൂത്തി കുറെ നേരമായിട്ട് ഫോണ് ബെല്ലടിക്കുന്നു. ഈ നേരത്തോ? കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാ ഞാൻ. ഒരു തവണ കുറെ നേരം ബെല്ലടിച്ചു, കട്ടായി. വീണ്ടും കുറെ നേരം അടിച്ചു, പിന്നെയും കട്ടായി. 3ാമത് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ ടോർച്ചിങ് വരും. അമ്മ ഞാനൊന്ന് പോയി നോക്കിട്ട് വന്നാലോ? ഹലോ ഏട്ടാ, ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്ത് നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു. ഡ്രൈവർ മരിച്ചു. ക്ലീനറെ അച്ഛനെയും കാണാനില്ല. വല്യേട്ടാ, ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു. എന്താ? അറിയില്ല. അപകടം നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനുണ്ടായിരുന്നു. ഡ്രൈവറുടെ ബോഡി അന്നേ കിട്ടി. ക്ലീനറുടേത് ഇന്നലെ. അവർ തെരച്ചിൽ നിർത്തി. ആ പുഴയിൽ വീണാൽ ബോഡി കിട്ടാൻ പ്രയാസമാണത്രേ. അഴിമുഖം വളരെ അടുത്താണ്. ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ കിട്ടിയാ തന്നെ ഇതൊക്കെ തെരച്ചിലുകാർക്ക് പുഴയിൽ നിന്നും കിട്ടിയതാണ്. അച്ഛൻ്റെതാണെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം.
ഇത് വെറും ഒരു അനുശോചന യോഗമല്ല. കൃഷ്ണക്കുറുപ്പിന്റെ വേദനാനിർഭരമായ മരണത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. ആ നല്ല മനുഷ്യൻ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ആ കുടുംബത്തെ ആവും വിധം സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് കുറുപ്പിന്റെ വീട്ടുകാർക്ക് സഹായധനമായി ഈ കമ്പനിയിലെ തൊഴിലാളികൾ ഒരു പണക്കിഴി നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പണക്കിഴി സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഞാനിവിടെ നിർവഹിച്ചുകൊള്ളുന്നു. ഒക്കെ ഒരു യോഗം അങ്ങോട്ട് വിചാരിക്കുക. എല്ലാം നന്നായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അന്ത്യം അച്ഛനുണ്ടാവുന്നത് ആരറിഞ്ഞു? അമ്മ എങ്ങനെയുണ്ട്? ഒരു മിണ്ടാട്ടമില്ല, കരയില്ല, ചിരിക്കില്ല. അങ്ങനെ പറയരുത്. അതിനല്ല കുറുപ്പിന്റെ മൂത്ത മകനായി സുധാകരൻ ജനിച്ചത്. അമ്മയെ തിരിച്ചെടുക്കണം. പഴയ ഉല്ലാസം അമ്മയിൽ വീണ്ടെടുക്കണം. സത്യം പറഞ്ഞാൽ ചവിട്ടി നിന്ന മണ്ണ് വാർന്നു പോയവരാണ് എന്റെ അവസ്ഥ. വീട്ടിലെ സംഗതികള് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അച്ഛന്റെ ഒറ്റ വരുമാനം കൊണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേർ ഇത്രയും കാലം. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനി സുധാകരൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. അമ്മിനിയുടെ കല്യാണം നടത്തണം, അമ്മയുടെ വേദന മാറ്റണം. ഉത്തരവാദിത്തങ്ങള് ഒരുപാടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റൂ, ഇനി വൈകിക്കണ്ട. അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ശാന്തി കിട്ടട്ടോ. അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ശാന്തി കിട്ടട്ടെ. കുങ്കുമം തിരയിൽ താഴുമീ ജനിമൃതിയുടെ പടവിൽ പ്രദോഷകുങ്കുമം തിരയിൽ താഴുമീ ജനിമൃതിയുടെ പടവിൽ എന്തിനോ തനിയായി പ്രദോഷകുങ്കുമം തിരയിൽ താഴുമീ ജനിമൃതിയുടെ പടവിൽ നിറയെ നോവുകൾ, ഒരു മിഴിത്തടം നിറയെ നീരുകൾ. ഒരു മിഴിക്കുടം നിറയെ നോവുകൾ, ഒരു മിഴിത്തടം നിറയെ നീരുകൾ. കഥനജാലകം തുറന്നു നിന്നിലേ ഇറങ്ങി വന്നതോ നിഴൽ പിറാവുകൾ, ഇറങ്ങി വന്നതോ നിഴൽ പിറാവുകൾ. പ്രദോഷകുങ്കുമം തിരയിൽ താഴുമീ ജനിമൃതിയുടെ പടവിൽ.
പറഞ്ഞു ഇളകുമോർമ്മയിൽ കിളിയുണർന്നു ഇടറുമോളവും കഥ പറഞ്ഞു കനലിനുള്ളിലും കുളിരു തന്നൊരാ കണിക്കിനാവുകൾ വിതുമ്പി വന്നു കണിക്കിനാവുകൾ വിതുമ്പി വന്നു പ്രദോഷകുങ്കുമം തിരയിൽ താഴുമീ ജനിമൃതിയുടെ പടവിൽ എന്തിനോ തനിയായി നീ തളർന്നു പോയി നീ പ്രദോഷകുങ്കുമം തിരയിൽ താഴുമീ ജനിമൃതിയുടെ പടവിൽ. സുധാകരൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്ല, ഒരുപാട് കാലം അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ ഇത്? ഓർക്കുമ്പോ ഒരു വിഷമം. ഓർക്കണ്ട. ഇതാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കടലാസ്. ഓരോ ഷീറ്റിലും അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടും. ഒരു ജീവന്റെ വില അല്ലേ? ജീവന്റെ വില അത് മാത്രമല്ല, ഇൻഷുറൻസ് തുക കുറെ കൂടെ വലുതാ. അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? വിനയൻ അതിനുവേണ്ടി ഓടി നടക്കുക. അതും പെട്ടെന്ന് ശരിയാക്കണം. കൃഷ്ണക്കുറുപ്പ് സഹായ നിധിയുടെ മീറ്റിംഗിൽ നിന്ന് വരികയാണ് ഞാൻ. പണക്കിഴി പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴേ അടിയോടിയുടെ വക ഒന്നും കിട്ടിയില്ല. ഈ പണക്കയുടെ ആവശ്യമൊന്നുമില്ല. അത്ര വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുടുംബം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഞാൻ. എന്തിനാ വെറുതെ അല്ല, പണക്കിഴി ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ, ഇനിതാ ഇവിടെ പ്രോവിഡന്റ് ഫണ്ടിന്റെ പണം കിട്ടിയാൽ കുറച്ച് പാർട്ട്ണർമാരെ കൂടെ ചേർത്ത് ഒരു ബസ് വാങ്ങിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. റൂട്ട് പെർമിറ്റ് ഉള്ള ഒരു ബസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ബസ് അവിടെ നിൽക്കട്ടെ. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് കടമെടുത്ത് കുറെ രൂപ ചന്ദ്രേട്ടന് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതെ, അതാദ്യം ചെയ്യേണ്ടത്. കള്ളം പറയല്ലേ ചേച്ചി, അച്ഛൻ അങ്ങനൊന്നും പറയില്ല. പറഞ്ഞു. എനിക്ക് കായക്കച്ചവടത്തിന് മാർക്കറ്റിൽ കുറച്ച് സ്ഥലം കിട്ടാൻ 30,000 രൂപ തരാമെന്ന് അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് 15,000 രൂപ ഇട്ട് മാർക്കറ്റിൽ നല്ലൊരു സ്ഥലം നോക്കി വെക്കുകയും ചെയ്തു. ബസ് വാങ്ങിയാൽ ഈ കുടുംബം രക്ഷപ്പെടും. ഇക്കാലത്ത് ബസ് വാങ്ങി ഒരു കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. വേറെ ആവശ്യക്കാരൊന്നും ഈ പണത്തിനില്ലല്ലോ. സ്വന്തം ആവശ്യങ്ങൾക്കിടയ്ക്ക് നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. അമ്മയുടെ വിവാഹം അച്ഛൻ നിശ്ചയിച്ച ദിവസം തന്നെ അത് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പണം അതിനുള്ളതാണ്. കല്യാണമാണോ ഏട്ടാ വലിയ പ്രശ്നം? ബസ് വാങ്ങിയാൽ 1 വർഷത്തിനുള്ളിൽ ഇവളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. നടത്തി കഴിഞ്ഞൊരു കല്യാണമല്ലേ എന്റേത്? അന്ന് പറഞ്ഞ ശ്രീധനത്തിന്റെ 10-1 നിങ്ങൾ ആരെങ്കിലും ചന്ദ്രേട്ടന് കൊടുത്തിട്ടുണ്ടോ? ഒടുക്കത്തെ ഒരു സ്ത്രീധനം. അത്രയ്ക്ക് വലിയ വിഷമമാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, അളിയനെ അങ്ങ് കളഞ്ഞേക്ക്. ആരും തർക്കിക്കണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ അമ്മയുടെ കല്യാണം നടക്കട്ടെ ആദ്യം. അച്ഛനില്ലാന്ന് വെച്ച് അച്ഛന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ആർക്കും അത്ര നല്ലതല്ല. നിങ്ങളെപ്പോലെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച വയ്ക്കാത്തത് കൊണ്ട് അവൾ ഒറ്റപ്പെടാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി അതിനുവേണ്ടി നിങ്ങളെ ഇത്തിരി വിഷമിപ്പിക്കേണ്ടി വന്നാലും ഞാനതൊട്ട് കാര്യമാക്കുകയില്ല. അമ്മ, ഞാൻ ആ സേതുവിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. എന്താ മോളെ? എന്തു പറ്റി? ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടന് വിഷമം തോന്നരുത്. ഇല്ല. എനിക്കിപ്പോ കല്യാണം വേണ്ട. അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണോ? അച്ഛൻ പോയില്ലേ ഏട്ടാ, അതിനേക്കാൾ വലുതാണോ ഇതൊക്കെ? വിനയേട്ടൻ ബസ് വാങ്ങിച്ചോട്ടെ, ചേച്ചിയുടെ ആവശ്യങ്ങൾ നടക്കട്ടെ. കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഏട്ടൻ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി? ഇനി ഒന്നും പറയരുത്. പറഞ്ഞാൽ ഏട്ടന് വിഷമാവും. കരുതി വെച്ചിരുന്ന ധൈര്യം എല്ലാം പോവും. അച്ഛൻ പണ്ട് പറയാറില്ലേ, ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന്. ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ അതിനായി വേറൊരു സമയം വരില്ല. അതനുഭവിച്ചൊരു വിഡ്ഢിയാണ് ഈ ഏട്ടൻ. ആ വിഡ്ഢിത്തം നിനക്കൂടി വരാൻ ഞാൻ സമ്മതിക്കില്ല. ചെന്ന് മുഖം കഴുക. കരഞ്ഞത് അമ്മ കാണണ്ട. അച്ഛനെ പോയിട്ടുള്ളൂ, ഏട്ടനുണ്ട്. ഇത്ര പെട്ടെന്ന് അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയല്ല. അച്ഛന്റെ സൈക്കിൾ, അച്ഛന്റെ കൂട,
നല്ല പരിചയക്കുറവുണ്ട്. ജനിച്ചിട്ട് ഇത്രയും കാലം കൊണ്ട് ശരിക്കു പറഞ്ഞാൽ അച്ഛനെന്നല്ല ഒരു നല്ല മകൻ പോലും ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷൻ. എനിക്കറിയാം, അമ്മ പലപ്പോഴും പറഞ്ഞതാ അവിടെ വന്ന് ചേട്ടനെ കണ്ടും സംസാരിക്കാൻ. പിന്നെ നിങ്ങളുടെ വിഷമങ്ങൾക്കിടയ്ക്ക് എന്റെ കാര്യം പറഞ്ഞു വരുന്നത് ശരിയായില്ലെങ്കിലും തോന്നി. അമ്മണി അച്ഛന്റെ വളരെ പെറ്റായിരുന്നു. സേതുവോടെ വരികയും കൂടുതൽ അറിയുകയും ചെയ്തതോടെ വളരെ സന്തോഷത്തിലായിരുന്നു അച്ഛൻ. അതുകൊണ്ടാണ് അച്ഛൻ തീരുമാനിച്ച ദിവസം തന്നെ ഈ കല്യാണം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. ആർഭാടങ്ങളൊക്കെ കുറവായിരിക്കും. ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ, എന്റെ മോളെ നന്നായി നോക്കണം. അച്ഛനെ ഒരിക്കൽ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതേ അച്ഛനെ വീണ്ടും നഷ്ടപ്പെട്ടൊരവസ്ഥയാണിപ്പോ. ആർഭാടങ്ങളൊന്നും വേണ്ട. നിശ്ചയിച്ച ദിവസം തന്നെ ഞാൻ അമ്മണിയെ സ്വീകരിക്കും. ഒരിക്കലും വിഷമിപ്പിക്കാതെ ഞാൻ അവളെ നോക്കും. എനിക്ക് വലിയേട്ടന്റെ അനുഗ്രഹം മാത്രം മതി. അച്ഛന്റെ അനുഗ്രഹം വാങ്ങും മോളെ. ഇരിക്കൂ. താങ്ക് യു സാർ. സർവീസിൽ എനിക്കൊരു തൊഴിലാളി മരിച്ച അയാളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്നത് ഈ കമ്പനിയുടെ ഒരു കിഴിവഴക്ക. അടിയോടി പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണക്കുറുപ്പ്. എന്തെങ്കിലും ഒരു ജോലി എന്നേ നിയമമുള്ളൂവെങ്കിലും കുറുപ്പിന്റെ കാര്യത്തിൽ ഞാൻ അല്പം കൂടെ കരുണ കാണിക്കാം. നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ തന്നെ ഒരു പോസ്റ്റ് തരാം. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു സഹായം സാറിന്റെ മനസ്സിലുണ്ടെന്ന് അടിയോടി പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. അത് ഇത്ര പെട്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊരു കരുണയുടെ അംശം മാത്രമേ ഉള്ളൂ. ഞാനത് ചെയ്യുന്നു. പിന്നെ ഒരപേക്ഷയുണ്ട്. ഈ ജോലി എനിക്ക് തരുന്നതിനേക്കാൾ എന്റെ അനുജന് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ സന്തോഷം. അവൻ ബികോം നല്ല മാർക്കിൽ പാസ്സായിട്ടുണ്ട്. വളരെ സ്മാർട്ടാണ്, വളരെ സിൻസിയറാണ്. സത്യത്തിൽ ഒരു ജോലിയില്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അനുഭവിക്കുന്നത് അവനാണ്. ഞാനിങ്ങനെ പല പൊടിക്കൈകളും ചെയ്ത് എങ്ങനെങ്കിലും അങ്ങ് ജീവിക്കും. സാറിനറിയാമല്ലോ, അവനൊരു ജോലി കിട്ടാൻ ആഗ്രഹിച്ചു പോകുമ്പോഴാണ് അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. എന്നാലും മൂത്ത മകൻ എന്ന നിലയ്ക്ക് ഒരു ജോലി നിന്റെ കയ്യിൽ ഉണ്ടാവുന്നതല്ലേ അമ്മയ്ക്കൊരു ശക്തി. ഹേയ്, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് ഒരേപോലെയാ. ഈ ജോലി അവന് കൊടുക്കുന്നതിൽ സാറിന് വല്ല വിഷമമുണ്ടോ? വിഷമമുണ്ടായിട്ടല്ല, നേരാവണ്ണം കോൾ ചെയ്ത് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അനിയന്റെ ബികോം പോരാ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അത്ര കാര്യമായി എടുക്കുന്നില്ല. താങ്ക് യു സാർ. പിന്നെ എനിക്ക് പകരമാണ് ഈ ജോലി കിട്ടുന്നതെന്ന് അവൻ അറിയണ്ട. അവനത് ഫീൽ ചെയ്യും. അമ്മേ, അമ്മേ, എനിക്ക് ജോലി കിട്ടി. അച്ഛന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നു. ഇന്റർവ്യൂ ഇല്ല, ഒരു ചുക്കുമില്ല. നേരിട്ടൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇങ്ങിതാ നോക്കട്ടെ. വേണ്ട, നനയും. അല്ലെ തന്നെ അമ്മയ്ക്ക് വായിച്ചാ എന്താ മനസ്സിലാവുക? അച്ഛൻ അറിഞ്ഞോ, വിനയന് അവന്റെ അച്ഛന്റെ കമ്പനി തന്നെ ജോലി ശരിയായിന്ന്. ഏത് സെക്ഷനിലാ? അച്ഛന്റെ സെക്ഷൻ അല്ല, എനിക്ക് സ്ഥാനക്കയറ്റമുണ്ട്. അച്ഛന്റെ കുപ്പായം തന്നെ ഇടേണ്ടി വരുമെന്ന് ഞാനൊന്ന് പേടിച്ചു. ഇത് ഉഗ്രം ജോലിയാണമ്മേ. 6 മാസത്തെ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വിലസുന്നത് കാണിച്ചു തരാം. ആ, എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. അച്ഛൻ പണ്ട് കൊടുത്ത ആപ്ലിക്കേഷനാണ് അച്ഛൻ മരിച്ചപ്പോൾ അവർ പരിഗണനയ്ക്കെടുത്തത്. ഏട്ടന്റെ ബയോഡേറ്റ അവിടെയുണ്ട്. അവർക്കെന്താ മലയാളം എമ്മേ വേണ്ടേ? ഒരു ജോലി കിട്ടിയപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എടാ, നീ എത്ര വലിയ ബികോംകാരനായാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്താമേ, ഒരു ജോലി കിട്ടി നീ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് കാണാനാടാ കരുതേ നമ്മുടെ അച്ഛനും കൊതിച്ചത്. ഏതായാലും നന്നായി. ആഹാ, നല്ല സ്കെയിലാണല്ലോ. സർക്കാർ സർവീസിൽ ഇതൊരു ഗസറ്റഡ് സ്കെയിലാ. പ്രൊബേഷൻ കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ സ്വന്തമായിട്ടൊരു ക്യാബിൻ കിട്ടുമെന്ന് അടിയോടി പറഞ്ഞത്.
അടിയോടി വേറെ വല്ലതും പറഞ്ഞോ? എന്തു പറയാൻ, കമ്പനിയിൽ അയാൾ എന്റെ എത്ര താഴെയാട്ടാ. നീ ഈ പറയുന്നതൊന്നും ശരിയല്ല വിനയ. അത്രയും താഴത്ത് അയാളോടൊപ്പം കമ്പനിയിൽ വേറെയും ഒരാളുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ. നീ അത് മറക്കണ്ട. ഓ സെന്റിമെന്റ്സ് എന്ന് വെച്ച് ഞാൻ അയാളുടെ സൈക്കിളിന്റെ പിന്നിൽ പോണോ? ഈ അമ്മ ഏത് ലോകത്താ ജീവിക്കുന്നത്? ആ പിന്നെ ഒരു കാര്യം, എനിക്കൊരു 5-6 പാന്റും ഷർട്ടും വേണം. കല്യാണത്തിന്റെ ബാക്കിയുള്ള പ്രോവിഡന്റ് ഫണ്ട് എനിക്ക് വേണ്ടി ഒന്ന് മുറിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയണ്ട, എനിക്ക് തന്നേ പറ്റൂ. ശമ്പളം കിട്ടുമ്പോ ഞാൻ തിരിച്ചു തരാം. നല്ല തുടക്കം. അമ്മ ഉറങ്ങിയില്ലേ? നീ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ. ഇല്ല, എനിക്കെന്തോ വിശപ്പ് തോന്നിയില്ല. വിനയൻ ഉറങ്ങിയോ അമ്മേ? ഉറങ്ങി. രാവിലെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞു. നാളെ അവന്റെ പേരില് അമ്പലത്തിലൊരു വഴിപാട് നടത്തണം. ഏതായാലും ഒരു ജോലി ചേരാൻ പോവല്ലേ. നിന്റെ ഈ മനസ്സാണ് നിനക്ക് വിശപ്പില്ലാതാക്കിയത്. കയ്യിൽ വന്ന ജോലി അനിയന് വെച്ച് വിളമ്പിയിട്ട് നീ പട്ടിണി കിടന്നു. നിനക്ക് വിശക്കുന്ന കാര്യം അവനൊട്ട് അറിയുന്നുമില്ല. അതൊന്നും സാരമില്ല അമ്മേ, ഈ പ്രായത്തില് അതൊക്കെ ഉണ്ടാവും. എനിക്ക് ഏതായാലും ഒരു STD ബൂത്തുണ്ട്. അവിടെ പൾസ് റീഡിങ്ങിന് ഒരു കമ്പ്യൂട്ടറോടെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളക്ഷൻ ആയിരിക്കും. അച്ഛന്റെ പ്രോവിഡന്റ് ഫണ്ടിൽ ബാക്കി വന്ന പണം നീ എന്നെ ഏൽപ്പിച്ചതായത്. ഈ കാശ് കൊണ്ട് നീ പറഞ്ഞ കമ്പ്യൂട്ടർ കിട്ടുമെങ്കിൽ അതൊന്ന് അവിടെ വാങ്ങി വെക്കേ. ഗസറ്റഡ് റാങ്കിലെ ശമ്പളമില്ലെങ്കിലും നീ ഒന്ന് ജീവിച്ചു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ പോയതിനു ശേഷം മുത്തച്ഛൻ ആ വലിവ് വീണ്ടും തുടങ്ങി. ഞാൻ ഇച്ചിരി ചൂടുവെള്ളം വെച്ച് കൊടുക്കട്ടെ. ഇതെന്താ ബൈക്കിലൊക്കെ? എന്റെ രാജയോഗം തുടങ്ങി. ബൈക്ക് രാജാവിന്റെ ഒന്നുമല്ല, ഒരു പ്രജയുടെ നിന്ന് തൽക്കാലം കടം വാങ്ങിയതാ. സ്വന്തമായിട്ട് ഒരെണ്ണം ഉടനെ വാങ്ങും, നല്ല ചോപ്പ് കളറിൽ. ഇതാ കണ്ടോ, ഈ പാന്റിന് 600 രൂപ, ഷർട്ടിന് 440 രൂപ, അതിനേക്കാളൊക്കെ കൂടിയതായി ഷൂസ് 899 രൂപ 95 പൈസ, നല്ല എക്സ്പോർട്ട് ലെതർ. പിന്നെ ഈ ഗ്ലാസിന് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല, എനിക്കൊരു ജോലി കിട്ടി. 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന മൾട്ടി ക്രോർ ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ അന്തസ് എന്റെ ഈ എക്സിക്യൂട്ടീവ് വേഷത്തിലില്ലേ? Of course, you look like a perfect executive. ആ, നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. അച്ഛനും അമ്മയും ആരുമില്ല. അച്ഛൻ ബേക്കറി പോയി, അമ്മ ഒരു കസിന്റെ വീട്ടിലും. ഈ വേഷത്തിൽ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ചിട്ട് പോവാന്നാ ഞാൻ വിചാരിച്ചത്. ആ വരുമ്പോ പറഞ്ഞേക്ക് ഇനി ഒരു സ്ഥിരം ജോലിയുടെ ആവശ്യം എന്നോട് മിണ്ടി പോരുതെന്ന്. കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പിയൊക്കെ പിന്നെ. ഓഫീസിൽ വലിയ AC റൂമിൽ ഞാനൊന്ന് ബെല്ലമർത്തിയാൽ മതി, പ്യൂൺ വന്ന് ഭവ്യതയോടെ നിൽക്കും എന്റെ ആജ്ഞ കേൾക്കാൻ. കാപ്പിയും ചായയും ബോൺവിറ്റും ഒക്കെ റെഡി. അയാളോടെ തൽക്കാലം ഒരു കൊട വാങ്ങിച്ചു തരാൻ പറ. എന്തിന്? അർദ്ധരാത്രി ചൂടാൻ. അല്പനർത്ഥം കിട്ടിയാലേ കൊടയുടെ ആവശ്യമുള്ളൂ, യോഗ്യത ഉള്ളവൻ അത് വേണ്ട. അയ്യോ പോലീസ് ഉദ്ഘാടനോ? നിന്റെ 16 അല്ല സാർ, എന്റെ ബൂത്തിന്റെ. ബൂത്തോ? സാർ സമയത്ത് തന്നെ എത്തി. സാറിനെ എങ്ങനെ ഒന്ന് ബന്ധപ്പെടണം എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുന്നു. ഞാൻ വിഷമിച്ച് ബ്രേക്ക് ഇട്ടില്ലായിരുന്നു, രക്ഷപ്പെടില്ലായിരുന്നു. എന്താ കാര്യം? ഞാൻ ബൂത്തില് കമ്പ്യൂട്ടർ വെച്ചു. വെച്ചോളൂ. അതിന്റെ ഉദ്ഘാടനമാണ്. നടത്തിക്കോളൂ. അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ആദ്യത്തെ വിളി ഫ്രീ ആണ്, എന്റെ പേരിൽ ടോട്ടലി ഫ്രീ. ഞാൻ ഇതുവരെ ഈ ബൂത്തൊന്നും അങ്ങനെ പറയരുത് സാർ, ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. സാർ ഫ്രീ ആയിട്ട് ഒരു STD വിളിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഓക്കെ, ഓ സോറി. ഒന്ന് മാറി, ഞാൻ മാറി. സ്റ്റുഡിയോ വിളിക്കട്ടെ? ഇങ്ങോട്ടിരിക്കാലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ IPSന്റെ കാര്യം അമ്മാവനോട് അന്വേഷിക്കണം. പുള്ളി ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഡൽഹി കോഡ് എത്രയാ? ഡൽഹി 011. 011. ആ, താങ്ക് യു. പുള്ളിക്കാരൻ ഒരു കവിതാ പ്രേമിയാണ് കേട്ടോ. ആ. ലൈൻ കിട്ടി, ബെല്ലടിക്കുന്നുണ്ട്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഹലോ അമ്മ, ഞാനാണ് രാമു. എന്റെ IPSന്റെ കാര്യം എന്തായി? വേണ്ട കേന്ദ്രങ്ങളിൽ പ്രഷർ ചെലുത്തിയോ? ഓ താങ്ക് യു അമ്മാവാ. 1 സെക്കൻഡ് അമ്മാവാ, ഈ അടുത്ത കാലത്ത് ഒരു നല്ല കവിത എന്നെ ഹോണ്ട് ചെയ്തു. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് പ്രൊഫസർ മൻസൂർ നായർ, നാറാണത്ത് ഭ്രാന്തൻ. ഞാനൊന്ന് ചൊല്ലാം. 12 മക്കളെ പെറ്റരമ്മേ, ലവ്ലി ഇസ്ന്റ് ഇറ്റ്? നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ. അമ്മ കേൾക്കുന്നുണ്ടല്ലോ? നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ,
എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി ഉടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ രാമ 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 രാമ. അച്ഛന് ജീരവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. രാത്രി വലിവോ മറ്റോ വന്നാ വിളിക്കാൻ മടിക്കണ്ട. ഒന്നും വരില്ല. മോള് വാതിലടിച്ച് പോയി കിടന്നു. രാമ 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 രാമ. പാലത്തിലേക്ക് ലോറി കയറിയതും കണ്ണിന് നേരെ ഒരു വെളിച്ചം അടിച്ചതും മാത്രം ഓർമ്മയുണ്ട്. പിന്നെ മുഴുവൻ ഇരുട്ടായിരുന്നു. ഏതോ കാട്ടുമൂലയുടെ ആശ്രമത്തിൽ വെച്ചാ എനിക്ക് ഓർമ്മ വന്നത്. തലയ്ക്കും കാലിനും നല്ല പരിക്കുണ്ടായിരുന്നു. ഒരുതരം മരവിപ്പായിരുന്നു. ഒന്നും ഓർക്കാൻ കഴിയാത്ത പോലെ. സത്യത്തിൽ ഇതൊരു പുനർജന്മമാണ്. ഇവിടെ വന്നു കയറുന്നവരെ നീ ജീവിച്ചിരിപ്പില്ലെന്നാണ് വിചാരിച്ചത്. അച്ഛന് നീ ഒരു പുനർജന്മ. എന്നെ രക്ഷിച്ചവരുടെ പേര് പോലും എനിക്കറിയില്ല. ആ ആശ്രമത്തിലാകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ എങ്ങോട്ടും വിട്ടില്ല. എന്തൊക്കെയോ നാടൻ മരുന്നുകൾ തരും. വെച്ചുകെട്ടലും വേദനയും ബോധം മറിയലും. ഓ മതി, ഇനി ഒന്നും ഓർക്കണ്ട. ഈശ്വരനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. അമ്മണി, എനിക്ക് അവളെ ഒന്ന് കാണണം. നേരം വെളുക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ തന്നെ ഒരു പോംവഴി പറഞ്ഞു തന്നെ. നീ കിടന്ന് വെറുതെ ബഹളം വെക്കാതെ നമുക്ക് സാവകാശം ആലോചിക്കാമോ? അതിനൊന്നുമുള്ള സമയമില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. അങ്ങനെ എടുത്തിയാടി എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛന്റെ പ്രോഡം ഫണ്ട് വാങ്ങിയല്ലേ അമ്മയുടെ കല്യാണം നടത്തിയത്? അതെ. അത് തിരിച്ചു കൊടുക്കാൻ ഏട്ടനെ കൊണ്ട് സാധിക്കുമോ? അതിലൊരു ഭാഗം എടുത്ത് ബൂത്തിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങിയില്ലേ? ആ കണക്ക് എങ്ങനെ തീർക്കും? എല്ലാത്തിനും ഒരു വഴി കാണണം. ഞാനും അതേ പറഞ്ഞുള്ളൂ. ഒരു വഴി കാണുന്നത് വരെ അച്ഛൻ തിരിച്ചു വന്ന വിവരം ആരും അറിയാൻ പാടില്ല. നീ പറഞ്ഞ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യാതെ. ഒരു കൺഫ്യൂഷനും ഇല്ല. പഴയതുപോലെ ജോലിയില്ലാതെ തേരാപ്പാര തെണ്ടി നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ കാക്കിയിട്ടുണ്ട് നേരെ കമ്പനിയിലേക്ക് ചെന്നാല് ഫയലും തിരിച്ചു കൊടുത്ത് വല്ല കടലിലും ചാടി എനിക്ക് മരിക്കാം. ഗുരുവായൂരപ്പ, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അതിന്റെ ദോഷം ഉണ്ടാവണ്ട. എണീറ്റോ? എവിടെ? ഒന്ന് ഒഴിഞ്ഞിടാനാണ്.
ചേടാ, ഇത്ര രാവിലെ എവിടെ പോയി? സരസു, ഹാ, ഇതെന്താ ഇവിടെ വന്ന് നിക്കണേ? ഇത് മുഴുവൻ പഴയ സാധനങ്ങളാ, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതല്ലേ, ബലിയും ഇട്ടു. എല്ലാ ദോഷങ്ങളും പോട്ടെ. ഇനി നമുക്ക് തിരുനാവായിലൊന്ന് പോണം, മൂകാംബികയിലും പോയി തൊഴണം. എന്താ ഒന്നും മിണ്ടാത്തെ? മിണ്ടൂല്ല, മിണ്ടാൻ പാടില്ല. മക്കളുടെ ഉത്തരവാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ ഒരുത്തന്റെ ജോലി പോവില്ലേ? കമ്പനിന്ന് വാങ്ങി ചെലവാക്കിയ പണം മുഴുവനും തിരിച്ചടയ്ക്കണ്ടേ? അതിനേക്കാൾ എത്രയോ ഭേദമാണ് വെളിച്ചം കയറാത്ത ഈ മുറിയിൽ അടച്ചിടുന്നത്. വേണ്ട. എന്താടാ എന്താടാ ഞാൻ കേട്ടത്? അച്ഛനെ ഒളിപ്പിച്ചിട്ട് വേണോ നിനക്കൊക്കെ സൂഹിക്കാൻ? സംഭവിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല. പുറത്തേക്ക് വരുന്നുണ്ടോ? ദൈവമാണ് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വിധവയായി കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറയണ അച്ഛനോട് പുറത്തേക്ക് വരാൻ. അമ്മ എന്തറിഞ്ഞിട്ടായി വിളിച്ചു പോകുന്നത്? അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു ദിവസത്തേക്ക് നമ്മൾ ഈ വിവരം പുറത്തു പറയുന്നില്ല, അത്രേ ഉള്ളൂ. അച്ഛൻ മരിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്തിലല്ലേ പ്രോവിഡന്റ് ഫണ്ട് വാങ്ങി ചെലവാക്കിയത്. വീട് വിറ്റ് അത് തിരിച്ചു കൊടുക്കാമെന്ന് വെക്കാം. അതിനു മുമ്പ് ഈ വീടും മേലുള്ള കടവാരി വീട്ടും. അച്ഛന് പകരമാണ് എനിക്കൊരു ജോലി അവർ തന്നത്. അതും അച്ഛൻ വാങ്ങുന്നതിന്റെ ഇരട്ടി ശമ്പളം, അതിനേക്കാൾ കൂടുതൽ പ്രൊമോഷൻ സാധ്യത. അതൊക്കെ ഈ വീട്ടിലേക്ക് തന്നെ വന്നു ചേരുന്ന നേട്ടങ്ങളല്ലേ? അപകട മരണമായതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം എത്രയാണെന്ന് അറിയോ? 1 2 അല്ല, 3.25 ലക്ഷം രൂപ. ഇൻഷുറൻസിന്റെ ആൾക്കാർ 2-3 ദിവസത്തിനകം ഇവിടെ എത്തും. ബുദ്ധിമോശം കൊണ്ട് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണോ? അമ്മേ, ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, വന്നു ചേർന്നതാണ്. ഈ കുടുംബം രക്ഷപ്പെടേണ്ടത് അച്ഛന്റെ ആവശ്യമല്ലേ? എന്താ ഒന്നും പറയാത്തെ? തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അച്ഛൻ ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞങ്ങളില്ലേ, അമ്മയില്ലേ, മുത്തച്ഛനില്ലേ? പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ. എന്താ ഇവിടെ ഇങ്ങനെ? ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അല്ല ചേട്ടാ, പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നല്ല റിമാർക്കോടെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, അച്ഛന്റെ ഒഴിയിൽ വന്നതായതുകൊണ്ട് എന്റെ ജോലിക്ക് ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? യൂണിയൻകാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ തന്നെ ചത്തു മണ്ണടിഞ്ഞു പോയത് എന്റെ അച്ഛൻ ജീവനോടെ കുഴിയിൽ നിന്ന് എഴുതിയിട്ട് വരണം. അതേതായാലും ഉണ്ടാവാൻ പോണില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ഇത് അക്രമ, ഞാൻ ഇത് സമ്മതിക്കില്ല. വെള്ളം ചൂടാക്കണതോ? അല്ലടി, മരിച്ചുപോയ കുറുപ്പിന്റെ പേരും പറഞ്ഞ് ആ കണാരം പിരിവ് തുടങ്ങിയിട്ട് കാലം കുറയായി. ശുദ്ധ തട്ടിപ്പ. ആ കിഴി വേണ്ടാന്ന് സരസ്വതി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി, ആ പണം മുഴുവൻ തൊഴിലാളികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ അവന്റെ സ്കൂളും പൂട്ടും. അത് പൂട്ടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാം. വേഗം വരണം, ഞാൻ വെള്ളം പറക്കി വെക്കും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് കാരണന്മാര് പറഞ്ഞത് നേരാ. ഇങ്ങനെയുണ്ടോ കാട്ടുകള്ളന്മാര്? അടിയോടി, അടിയോടി, ഡോ, അടിയോടി. ദേ, അയാൾ ദേ വീണുണ്ട്. അയാൾക്ക് ബോധമില്ല. അച്ഛൻ കൂടെ ചെല്ല്. പറയുന്ന കേട്ടോ. അയാൾ ബോധമില്ല. അച്ഛൻ കൂടെ പോവൂ. ചേട്ടാ, 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 കേട്ടോ ചേട്ടാ. ചേട്ടാ, എന്താ എന്തേ ഉണ്ടായേ? അയ്യോ എന്റെ ഭഗവതി, ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ചെറിയൊരു ബോധക്ഷയം. ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കാൻ. ചേട്ടാ, ചേട്ടാ, കണ്ണുറക്കേട്ടാ. നീ പോയിട്ട് വെള്ളം എടുത്തോളൂ. ചേട്ടോ, കമ്പനിയിൽ വന്നിട്ട് കാപ്പി കൂടെ കുടിക്കാതെ എന്താ
ഞാൻ കണ്ടു. എന്ത് കണ്ടു? കൃഷ്ണക്കുറുപ്പിനെ ഞാൻ കണ്ടു. ഞാൻ കണ്ടു സുധാകര. അതേ രൂപം, അതേ വേഷം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടും എന്നോട് അച്ഛന് സ്നേഹമുള്ളതുകൊണ്ടും ഞാൻ ബോധം കെട്ടു വീണു. എന്തൊക്കെ ചേട്ടാ ഈ പറയുന്നത്? അതൊക്കെ വെറും ഒരു തോന്നലല്ലേ? ഈ രണ്ട് കണ്ണുകളും ഞാൻ ജനിച്ച അന്ന് മുതൽ കൊണ്ടു നടക്കുന്നതാ. ഇവരെന്നെ ചതിക്കില്ല. ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ ആത്മാവിനെ ഞാൻ കണ്ടു. മോനെ സുധാകര, അച്ഛന്റെ ആത്മാവ് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. എങ്ങും പോയിട്ടില്ല. അത് തീർച്ചയാ. ഇന്ന് അമാവാസി, വിശാഖം നക്ഷത്രം. കുറുപ്പിന്റെ നക്ഷത്ര വിശാഖം. കുറുപ്പ് വരാൻ ഇതിലും നല്ലൊരു സമയം വേറെ ഇല്ല. ചേട്ടൻ ആരെയാ തൊഴുന്നേ? കുറുപ്പാതിലേ പോയത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ വീടല്ലേ? ആരാ? ഇൻഷുറൻസ് കമ്പനിന്നാ. ഗുഡ് മോർണിംഗ് സർ. ഐ എം വിനയ് ചന്ദ്രൻ. Hello. പ്ലീസ് കം. അതെ. അത് മുഴുവനും കഴിക്കുന്നേ. ഇൻഷുറൻസുകാർ വന്നിട്ടുണ്ട്. അമ്മയെ കാണണമെന്ന് പറയുന്നു. എനിക്കാരെയും കാണണ്ട. പക്ഷെ അവർക്ക് കാണണം. എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മറുപടി പറയുകയും വേണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അച്ഛന്റെ കൂടെ ഇരുത്തി ഒരു ചായ കൊടുക്ക്. അച്ഛൻ മരിച്ചു പോയെന്ന് അവർക്ക് എഴുതി വെച്ച കടലാസിൽ അമ്മ ഒപ്പിട്ടിട്ടുണ്ട്. അത് മറക്കണ്ട. ഇപ്പൊ മാറി വരുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരായിരുന്നു. നിങ്ങൾ അതിനത് വായിച്ചത്? അല്ല, സാധാരണയായി അത് പാടില്ലാത്തതാണല്ലോ. ആ, ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ശരി സാർ. കരയാതെ. സാരമില്ല. സിന്ദൂരം തൊട്ടാലില്ലെങ്കിൽ നീ സുമംഗലി തന്നെയാ. ദാ ഇവിടെ ഒരു ഒപ്പ്, പിന്നെ ഇവിടെയും. ഒരു അൺയൂഷ്വൽ ഡെത്ത് ആയതുകൊണ്ട് പ്രോസസിംഗ് കഴിഞ്ഞ് പേയ്മെന്റ് വരാൻ 1-2 ആഴ്ച പിടിക്കും. പിന്നെ എല്ലാ മക്കളും ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. ശരി സാർ. ശരി. സുമതി, സുമതി, എന്താ? കിട്ടി കിട്ടി. എന്തോന്ന് കൊലയോ? കൊലയല്ല, നിന്റെ തല. അവിടെ LIC കിട്ടിയെന്ന്. എന്റെ ഗുരുവായൂരപ്പ, നേരോ? നേര്. നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. അമ്മേ, വേഗം പുറത്തേക്ക് വാ. ആ ഭദ്രകാളി വരുന്നുണ്ട്. ആര്? അമ്മയുടെ മോളും. എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ ചേച്ചി ഈ വീട് മുഴുവൻ തപ്പും. ഞാൻ അവളെ ഈ വീടിനകത്തേക്ക് കയറ്റില്ല. എന്ത് ബഹളം കേട്ടാലും അച്ഛൻ അനങ്ങരുത്. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കായെടുക്കാൻ പൊള്ളാച്ചി പോയിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ വന്ന് അമ്മയുടെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ആ, അതേതായാലും നന്നായി. അമ്മ ഇവിടെ ഒരു വിധം സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, വന്നേ, നമ്മളെയൊക്കെ അധിക നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വിഷമമാണ്. ഞങ്ങളാരും അമ്മയുടെ മുമ്പ് പോവാറ് തന്നെ ഇല്ല. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പൊക്കോ. അത് അങ്ങനെ എന്തെങ്കിലും വിഷമം അമ്മയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ താമസിച്ച് വിഷമങ്ങൾ മുഴുവൻ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ. എന്ത്? അതന്നെ. അത് വേണ്ട. നിങ്ങൾ ഇവിടെ നിൽക്കും തോറും പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ. സമയം കളയണ്ട, രണ്ടുപേരും സ്ഥലം വിട്ടോ. വിനയ, നീ എന്റെ അനിയനല്ലേ? അതെ. ഇൻഷുറൻസിന്റെ കാശ് ഞങ്ങളെ കൊണ്ട് തൊടിയിക്കാതിരിക്കാനുള്ള നിന്റെ അടവ് ഈ ചേച്ചിക്ക് മനസ്സിലാവില്ലടാ. ചേട്ടൻ ചെന്ന് കുളിച്ച് ഷർട്ടും മുണ്ടും മാറ്റ്. നമ്മള് 10 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാത്റൂം ഫ്രീ ആയിരിക്കുമല്ലോ. നിക്ക്. അങ്ങനെ ഇപ്പൊ പോണ്ട. തടയണ്ട. ഭാര്യ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ ഏതളിയനും ഈ ഇന്ത്യയിൽ അവകാശമുണ്ട്. അവകാശങ്ങളൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടല്ലേ അളിയൻ ഇവളെ സ്വീകരിച്ചത്. എന്ത് വാങ്ങിച്ചതാ പറയുന്നേ? എപ്പോ വാങ്ങിച്ചെന്ന് ഈ പറയുന്നത്? പറഞ്ഞ സ്വർണം തന്നോ? എനിക്ക് കട തുടങ്ങാൻ കാശ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നോ?
ഇൻഷുറൻസിന്റെ പണത്തിൽ നിന്ന് 1-2 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ എന്ന് പറഞ്ഞു? നിങ്ങളാരും കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മരുമകൻ എന്ന നിലയിൽ എന്നോടും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല, വേഗം സ്ഥലം വിട. വിട്ടില്ലെങ്കിലോ രണ്ടിനെ പിടിച്ച് പുറത്താക്കും. എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വില ഉണ്ടെന്ന് അറിയണമല്ലോ. അമ്മ ഇത് കണ്ടില്ലേ? അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥിതി വരുമായിരുന്നു. ഈ കള്ള അഭിനയം ഒന്നും ഇവിടെ വേണ്ട. അളിയോ, അളിയന്റെ കളിയൊന്നും ഇവിടെ ആരും അറിയില്ല എന്ന് വിചാരിക്കണ്ട. ആ കോളേജിന്റെ മുന്നിലെ പുത്തൻ കെട്ടിടത്തിൽ ഫ്ലാറ്റ് വാങ്ങാൻ അളിയൻ അഡ്വാൻസ് കൊടുത്തത് ഏത് കാശ് മുന്നിൽ കണ്ടിട്ടാന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ കഴിവാ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മാനസിക നില ശരിയല്ല. എനിക്ക് ഭ്രാന്തായത് നീ അറിഞ്ഞില്ലേ? നീ വാടി. ഈ നാട്ടിൽ നീതി നിയമമുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്രോബ്ലം ഫണ്ടോ പോയി. ഇനിയിപ്പോ ഇൻഷുറൻസ് നമ്മളെ കൊണ്ട് തൊടിയിക്കില്ല എന്നാണ് അളിയന്മാരുടെ ഭാവമെങ്കിലേ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഞാൻ ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. നീ വാടി. എന്റെ ചോദ്യം അതല്ല ഉണ്ണിവാസു. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഈ സ്റ്റോപ്പ് വാച്ച് വെച്ച് നീ ഉണ്ടാക്കി വെച്ച ഈ കണക്കും PND കണക്ക് നമ്മെ തട്ടിച്ചു നോക്കിയാൽ നീ നിന്റെ അപ്പൂപ്പനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചെന്നേ പറഞ്ഞേ? ഈ ടെലിഫോണാണ് സത്യം. ഞാൻ ഒറ്റ പൈസ കക്കാറില്ല. ഇതെന്റെ ചോറാണ്. പിന്നെ എനിക്കെന്താ ഇത്? ചപ്പാത്തിയോ അതോ ചിക്കൻ ഫ്രൈയോ? എടാ എന്റെയും ചോറാ ഇത്. രൂപ 1247 വ്യത്യാസമായി കാണുന്നേ. ഇതെവിടെ പോയെന്നാ? ഇത്രയൊക്കെ എങ്ങനെ വ്യത്യാസം വരുന്നത്? ഒരു കാലത്തും വരാൻ വഴിയില്ല. അത് തന്നെയാടാ ഞാനും പറയുന്നത്. ഇങ്ങനെയാണെ നിന്നെ ഇവിടെ എടുത്താൻ ബുദ്ധിമുട്ടാ. അത് ശരി. അപ്പൊ കണക്ക് നോക്കി കണക്ക് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് സുധാകരൻ മുതലാളി നീങ്ങുന്നത്. ഏത് വകുപ്പ് മുറുക്കി പിടിച്ചിട്ടാ എന്നെ ഇവിടെ ഇരുത്താൻ പറ്റിയാലെന്ന് മുതലാളി പറയുന്നത്? ഇതിന്റെ ലൈസൻസ് ഞാനാണ്. മുതലാളി ഇവിടെ ഇരുത്തണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. 500-1000 കൊടുത്താൽ ദിവസം വിടാതിരിക്കാൻ ഇഷ്ടം പോലെ മുതലാളിമാരെ കിട്ടും. നല്ല കനത്ത അടിയായിരുന്നല്ലേ? കഴുത്തിലെ 2 കശേരികൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് അവൻ പരാതി വന്നിരിക്കുന്നത്. എന്റെ ബൂത്തിൽ കയറി വന്ന് എന്നെ മനഃപൂർവ്വം മർദ്ദിച്ചവശനാക്കി. നിങ്ങളോട് ആര് പറഞ്ഞു സുധാര നിയമം കയ്യിലെടുക്കാൻ? അവൻ വല്ല കള്ളത്തൊരു ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തന്നെ അവന്റെ ആ ബൂത്ത് വിലയ്ക്ക് വാങ്ങിയത് രേഖയുണ്ടാക്കി ഒരു 4 എണ്ണം പൂശ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങളെ കൊണ്ട് ഒരാളെ നേരാൻ വണ്ണം തല്ലാൻ പോലും പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. സാർ ഞാനും ഒരു പരാതി എഴുതി അങ്ങോട്ട് വന്നാലോ? ആ പരാതി എഴുതിയ കടലാസ് ചുരുട്ടിക്കൂട്ടി ഉണ്ടയാക്കി നമുക്ക് പന്ത് കളിക്കാം. കാണാൻ ഒരു ചവണ പോലെയാണെങ്കിലും ആ ഉണ്ണിവാസുവിന് നല്ല രാഷ്ട്രീയ ബന്ധമാണ്. അവൻ ആരെയൊക്കെയോ കണ്ടു പറഞ്ഞ് അവൻ ആ ബൂത്ത് സ്വന്തമാക്കി കഴിഞ്ഞു. തനിക്ക് വേണ്ട ഇനി ഒരു കാര്യം ചെയ്യാം. അവിടെ ചെന്ന് കാശ് കൊടുത്ത് STD വിളിക്കല്ലേ അപ്പൂപ്പ? സാർ എന്നാലും ഒരു നീതി ന്യായവും വേണ്ടേ സാർ? എന്ത് നീതി? ഞാനാണല്ലോ ആ ബൂത്തിന് വേണ്ട സകല ചെലവും വഹിച്ചത്. സാറാണല്ലോ എന്റെ കമ്പ്യൂട്ടർ ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ടാണല്ലോ അത് മറ്റവന്റെ കയ്യിലായത് അല്ലേ അപ്പൂപ്പോ? പോയ സുധാര, മ്യൂസിക് കാസറ്റിന് ഇപ്പൊ നല്ല ഡിമാൻഡ്. ആ രീതിയിലൊരു ബിസിനസ് സുധാരന്? അയ്യോ വേണ്ട സാർ, ഇപ്പൊ ഒന്നും പറയണ്ട. ചെറിയ ഒന്ന് കാണട്ടെ. അയ്യോ, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ചെറിയമ്മേ. സാർ സാർ അമ്മ അവിടെ ഇല്ല. അമ്മ പറയട്ടെ, തലവേദനയായിട്ട് അമ്മ. അല്ല, എനിക്ക് ചെറിയമ്മ കൊണ്ട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. Cool down. ഒരിക്കൽ കൂടി ചുമക്കൂ. എന്താ? ഒരിക്കൽ കൂടി ചുമക്കാൻ. ചിറ്റപ്പന്റെ അതേ ശബ്ദവും അതേ ചുമയും. കീപ് ഇറ്റ് അപ്പ്. ഈ താലീസ പത്രാതി വടകം ചുമക്ക് നല്ലതാ, വാങ്ങിച്ചു കഴിക്കാൻ. ഗുരുവേ, സാരമില്ല, പേടിക്കാനൊന്നുമില്ല. ഇതുകൊണ്ട് ഭേദമാവും. പിന്നെ പറ്റുമെങ്കിലേ പാറശാലയ്ക്കും മൂകാംബയ്ക്കും ഒന്ന് പോകണം. ഒരു യാത്ര നല്ലതാ. എന്നാ പിന്നെ ഞാന് പാറശാലയിൽ നിന്ന് വന്ന മന്ത്രവാദി ഉറക്കം കെട്ടിപ്പോയി. എന്നിട്ടും അങ്ങേർക്ക് ഒരു കുറവുമില്ല. കുറുപ്പുചേട്ടൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാ. കമ്പനി പോക്കം നിർത്തി. ഞാൻ എന്റെ അനിയനെ ഒന്ന് കത്തെഴുതി വരുത്തിയാലോ എന്ന് ആലോചിക്കുക. ചോറ്റാനിക്കറി ഒന്ന് കൊണ്ടുപോകണം. പേടിക്കാതിരിക്കുന്ന നാരായണിക്കുട്ടി. എങ്ങനെ പേടിക്കാതിരിക്കാനാ ചേച്ചി? എപ്പോഴും മൗന. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കുറുപ്പുചേട്ടനെ പറ്റി മാത്രമായിരിക്കും. അവരത്രയ്ക്ക് അടുത്ത് കഴിഞ്ഞവരല്ലേ. മരിച്ചാലും സ്നേഹം മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ മൂപ്പരുടെ അടുത്ത് മാത്രം വന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ? സ്നേഹമുള്ള മുമ്പിൽ ആത്മാക്കള് പ്രത്യക്ഷപ്പെടാന്ന് വെച്ചാ
ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ മുമ്പിലല്ലേ? ചേച്ചി അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഞാൻ എന്നും നല്ല നിലയിലേ അങ്ങരെ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങാറായി. എപ്പോഴും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥനയാ. പോട്ടെ. എല്ലാം കേട്ടു. നമ്മൾ എന്താ ചെയ്യാ? അടിയോടി എന്റെ ഏറ്റവും വലിയ സുഹൃത്താ. ഞാൻ കാരണം അവന്റെ ജീവൻ തരാൻ പാടില്ല. ഞാൻ അവനോട് തുറന്നു പറയാൻ പോവാ. എന്റെ അവസ്ഥ അവനറിയാം. ആരോടും പറയില്ല. എന്റെ മക്കളൊക്കെ വിശ്വാസം എനിക്ക് അവനെ. രാത്രിയാവട്ടെ. അടിയോടി അടിയോടി. ഇവിടെ ഇതെന്താ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു പിടിച്ച്? ഇത് ചന്ദനത്തിരിയല്ല, ധൂമമാണ്. കത്തുന്നത് എന്റെ ഹൃദയമാണ്. ഞാൻ തന്നോടൊരു സത്യം പറയാൻ വന്നതാ. ഈ കാണുന്നതിലും വലിയൊരു സത്യം വേറെന്താണുള്ളത്? അവിടെ തനിക്ക് സുഖം തന്നെയല്ലേ? ജയിലിൽ കിടക്കുന്നതിന് എന്ത് സുഖം? അവിടെയും ജയിലുണ്ടോ? തനിക്ക് ജയിലാണെങ്കിൽ എന്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? എന്നെ അവർ നൂൽപാലത്തിൽ കൂടി നടത്തി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും. കള്ളക്കണാരനെ നരകത്തീയിലിട്ട് ചെകുത്താൻമാർ അമ്മാനമാടും. അടിയോടി, തന്നോടൊന്ന് തുറന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. സംസാരിച്ചോളൂ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എനിക്കിപ്പോ തീരെ പേടിയില്ല. ഞാൻ മരിച്ചിട്ടില്ല അടിയോടി. ആത്മാവിന് ഒരിക്കലും മരണമില്ല. അത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. ആത്മാവ് എടുത്തു ധരിക്കുന്ന വെറും ഒരു ഉടുപ്പ് മാത്രമല്ലേ മനുഷ്യജന്മം? എന്തൊക്കെയായി പറയുന്നത്? തന്റെ തെറ്റിദ്ധാരണ മാറ്റാനാ ഞാൻ വന്നത്. എനിക്കൊരു മനസ്സമാധാനം ഇല്ലാണ്ടായിട്ട് നാളെത്രയെന്നറിയാവോ? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളൊന്നും തന്റെ മക്കൾ ചെയ്തിട്ടില്ല. മരിച്ചെങ്കിലല്ലേ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ മരിച്ചിട്ടില്ല. സംശയമുണ്ടെ തൊട്ടു നോക്ക്. ഞാൻ തൊടും. നേരത്തെ പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന്. തുടരും. തൊടട്ടെ? ഞാനിപ്പോ തൊടും. തൊട്ടോളൂ. എനിക്ക് പേടിയില്ല. ഞാൻ തൊടാൻ പോവാ. ചേട്ടൻ എന്താ ഈ പാതിരാത്രിക്ക് കൈ നീട്ടി നിൽക്കുന്നത്? എന്ത്? നിക്കണു നിന്റെ അച്ഛൻ. അച്ഛനോ? എവിടെ? നീ കാണുന്നില്ലേ? എനിക്ക് കാണാം. എന്താ ചേട്ടാ ഈ പറയുന്നത്? അയ്യോ ദേന്ന്. ഇവിടെ ആരും ഇല്ലല്ലോ. ഒരു നിക്കണു. മണ്ണാങ്കട്ടയില്ല. എന്താ ചേട്ടാ ഇത്? രാത്രി കിടന്നുറങ്ങാതെ വല്ല ചെടി അനങ്ങുന്നതോ നിലാ വീഴുന്നതോ കണ്ടാ മതി, അപ്പൊ ആത്മാവായി പ്രേതമായി. എന്ത് പോണു? എല്ലാം ചേട്ടന്റെ ഓരോ തോന്നലല്ലേ? അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മുടെ കുറുപ്പ് പരലോകത്ത് ജയിലിൽ അടിപ്പാവം. ഇതൊന്നും കേട്ട് ചേച്ചി പേടിക്കണ്ട. അകത്തോണ്ട് കിടത്തി ഉറക്ക. അകത്തേക്ക് വരൂ. ഞാൻ കണ്ടു, സംസാരിച്ചു. വരൂ. പോണ്ടേ. ഞങ്ങളെ ജയിലിൽ കയറ്റാനാണോ ഉദ്ദേശം? അടിയോടി ആരോടും പറയില്ല മോനെ. എന്ന് വിശ്വസിക്കാവുന്ന വിധത്തിലല്ല അയാളുടെ ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് അച്ഛൻ മനസ്സിലായില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ മക്കളെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരിക ഞങ്ങൾ മാത്രമല്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്നാണ് നീ ഇതൊക്കെ പറയാറായത്? അവൻ പറഞ്ഞത് ശരിയാ. ഞാൻ തെറ്റാ ചെയ്തത്. പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊന്നിച്ച് അനുഭവിക്കാൻ തയ്യാറാവണം. ഇടയ്ക്ക് വെച്ച് പിന്മാറാൻ നോക്കിയാല് എനിക്ക് ചിലപ്പോ ഈ വാതിൽ പുറത്തുനിന്ന് പൂട്ടേണ്ടി വരും. അത് നീ മാത്രം തീരുമാനിച്ചാ പോരാ. കൂടുതൽ ബാധിക്കുന്നത് എന്നെ ആയതുകൊണ്ട് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. ഇതിലും കൂടുതൽ എന്ത് ബാധിക്കാനടാ? സഹിക്കുന്നവരെ അതിനുണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതിനപ്പുറം കടന്നാണല്ലോ. എന്താവുന്ന എനിക്കറിയാം. മതി, പോയി കിടന്നുറങ്ങ്. പറഞ്ഞു കേട്ടില്ലേ? പോ. തിങ്കൾ തുടുക്കുമ്പോഴെന്റെ മുഖം, പൊൻകടൽ തുള്ളുമ്പോഴെന്റെ താളം, കൊഞ്ചിപ്പിണങ്ങിയാൻ ചിണുക്കം
പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം. തിങ്കൾ തുടുക്കുമ്പോഴെന്റെ മുഖം, പൊൻകടൽ തുള്ളുമ്പോഴെന്റെ താളം. കൊഞ്ചിപ്പിണങ്ങിയാലെൻ ചിണുക്കം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം. ഓർമ്മയിലെന്നും കുരുന്നു തന്നെ, ഓമനവും നിഴലരുമ തന്നെ. കാലം കുറുക്കി കുഴമ്പു തന്നു, കാലങ്ങൾ വാഴുവാൻ പാട്ടു തന്നു. കാലം കുറുക്കി കുഴമ്പു തന്നു, കാലങ്ങൾ വാഴുവാൻ പാട്ടു തന്നു. കാറ്റിന്റെ വള്ളിയിൽ വാനിൽ പറക്കുമ്പോൾ കാവലായെന്നും കൂടെ വന്നു, കാവലായെന്നും കൂടെ വന്നു. ഓർമ്മയിലെന്നും കുരുന്നു തന്നെ, ഓമനവും നിഴലരുമ തന്നെ. തിങ്കൾ തുടുക്കുമ്പോഴെന്റെ മുഖം, പൊൻകഴൽ തുള്ളുമ്പോഴെന്റെ താളം. കൊഞ്ചിപ്പിണങ്ങിയാലെൻ ചിണുക്കം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം. നിഴലുണ്ടും നീലാവു തന്നു, വേനലായി നിന്നും മഴ ചൊരിഞ്ഞു. കാർനിഴലുണ്ടും നീലാവു തന്നു, വേനലായി നിന്നും മഴ ചൊരിഞ്ഞു. ആത്മാവു തന്നെ പകർന്നു തന്നു, അതൊരാനന്ദ ബന്ധനമായി വന്നു, ആനന്ദബന്ധനമായി വന്നു. ഓർമ്മയിലെന്നും കുരുന്നു തന്നെ, ഓമനവും നിഴലരുമ തന്നെ. തിങ്കൾ തുടുക്കുമ്പോഴെന്റെ മുഖം, പൊൻകഴൽ തുള്ളുമ്പോഴെന്റെ താളം. കൊഞ്ചിപ്പിണങ്ങിയാലെൻ ചിണുക്കം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം, പുഞ്ചിരി വാടിയാലെന്റെ ദുഃഖം. ഓർമ്മയിലെന്നും കുരുന്നു തന്നെ, ഓമനവും നിഴലരുമ തന്നെ. എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജോലി കിട്ടിയതിന് ശേഷം ഒരുപാട് മാറി. എന്നെ കാണണമെന്നില്ല, സംസാരിക്കണമെന്നില്ല. സത്യം പറയണം, ഞാനൊരു ശല്യമായി തുടങ്ങിയോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടിലെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നും പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നങ്ങൾ? അതൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ? ഇതന്നെ ഞാൻ പറഞ്ഞത്, എന്നോട് പഴയ പോലുള്ള അടുപ്പമില്ലാന്ന്. അടുപ്പമില്ലാഞ്ഞിട്ടാണോ സന്ധ്യയെ? നിനക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ ആദ്യം. അപ്പോഴേക്കും മറ്റാരെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിന് ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങാൻ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ ഇൻഷുറൻസ് എമൗണ്ട് ഉടനെ കിട്ടും. അതോടെ കല്യാണവും കഴിഞ്ഞ് നമ്മൾ പുതിയ ഫ്ലാറ്റിലോട്ട് താമസവും മാറ്റും. പിന്നെ ജീവിതമായി, പ്രാരബ്ധമായി, തമാശകളായി. ഫ്ലാറ്റിലേക്കൊന്നും ഞാനില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ കുറെ കാലം എനിക്ക് വിനയേട്ടന്റെ അമ്മയോടൊപ്പം താമസിക്കണം. അയ്യോ, എന്തേ? അല്ല, തുടക്കം തൊട്ടേ മാറി താമസിച്ചില്ലെങ്കിൽ പ്രശ്നമാ. പിന്നെ അമ്മായി അമ്മ പോരാവും, വഴക്കാവും. ഒരു വഴക്കും ഉണ്ടാവില്ല. അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതല്ല സന്ധ്യ, അമ്മയ്ക്ക് തീരെ വയ്യ. മാത്രമല്ല
നിനക്കൊരു മനസമാധാനവും അവിടെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ സഹിച്ചോളാം. അമ്മ എനിക്ക് വെച്ചോളമ്പി തരുമൊന്നും വേണ്ട. അമ്മയെ നോക്കാനും കൂടിയാ ഞാൻ വരുന്നത്. മാത്രമല്ല ആ വീട് അമ്മ ചേച്ചിയുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുക. ആയിക്കോട്ടെ, എന്നാലും അമ്മയോട് ഉണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ ഫ്ലാറ്റിലേക്ക് മാറിയാ അത് ഞാൻ പറഞ്ഞിട്ടാണെന്നേ ആൾക്കാർ കരുതും. എന്തിനാ ഇല്ലാത്ത പാവം ഞാൻ തലയിലെടുത്ത് വെക്കുന്നേ? നീ ധൈര്യമായിട്ട് ചെല്ല്. അമ്മേ, അല്ല, അമ്മേ, ഞാനും കണ്ടു അമ്മേ, ഞാനും കണ്ടു. ഇതിങ്ങനെ ഒരു അത്ഭുതത്തെ കൊണ്ടെത്തിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. പറഞ്ഞാ വിശ്വസിക്കില്ല. അളിയ ഇങ്ങോട്ട് നോക്കിയേ, ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇതുവരെ കണ്ട സുമതിയല്ലേ അവള്. കംപ്ലീറ്റ് മാറിപ്പോയി അളിയ. അർദ്ധരാത്രി എന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ നിന്നതാ, പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി. അതുകൊണ്ടാണ് രാവിലേക്ക് ആക്കിയത് അല്ലേ? നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം കൂട്ടണ്ട, വിശ്രമിക്ക്. ഞാൻ ആ വൈദ്യരെ കണ്ടിട്ട് വരാം. വിവരങ്ങൾ മുഴുവൻ വിശദമായിട്ട് അവള് പറഞ്ഞുതരും. എനിക്കത് പറയാൻ പേടിയാ. നീ പറഞ്ഞു കൊടുക്ക്. നീ എന്തിനാ കരയണേ? എന്ത് കണ്ടെന്നാ പറയുന്നേ? ഞാനും അച്ഛനെ കണ്ടമ്മേ, എന്റെ പൊന്നച്ഛനെ. ഇന്നലെ രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോഴാ വെള്ളം തരുവോ, ഇത്തിരി വെള്ളം തരുവോന്ന് ആരോ ചോദിച്ച പോലെ തോന്നിയത്. എഴുന്നേറ്റ് നോക്കുമ്പോ ചേട്ടനടുത്ത് പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. പിന്നെ ആരാ ചോദിച്ചത്? ചേട്ടനല്ലാന്ന് മനസ്സിലായി. ശ്രദ്ധിച്ചപ്പോ കിണറിന്റെ അടുത്തുനിന്നാ വിളിക്കുന്നത്. ഞാൻ പതുക്കെ ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോ കിണറിന്റെ കരയിലുണ്ട് നമ്മുടെ അച്ഛൻ നിൽക്കുന്നു. അതേ വേഷം, അതേ ചിരി. എന്നെ കണ്ടതും മോളെ ഇത്തിരി വെള്ളം തരുമോന്ന് ചോദിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ചെന്ന് വെള്ളം കോരി ബക്കറ്റിൽ തന്നെ അച്ഛന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അച്ഛനത് മുഴുവൻ കുടിച്ചു. ഭയങ്കര ദാഹമായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിച്ചോളെ. എനിക്കും കൂടി ഉള്ളതാണ് ഇൻഷുറൻസിന്റെ പണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇനി ഞാൻ ഇവിടുന്ന് പോവില്ല, തല്ലി കൊന്നാലും പോവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അച്ഛൻ എന്നെ ജീവനാ. നിങ്ങൾക്ക് എന്നെ വേണ്ടാത്തത്. നീ പ്രസംഗം നിർത്ത്. എന്റെ അടുത്തല്ലാതെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലല്ലോ. അതാ പറഞ്ഞത്, മക്കളിൽ വെച്ച അച്ഛന് ഏറ്റവും ഇഷ്ടം എന്നെയാ. ഇങ്ങോട്ട് പാടി. ചേട്ടാ, ഞാൻ പറയാം. ഇനി പറയാനുള്ളത് ഇവിടെ പറ. എടി, ഇൻഷുറൻസിന്റെ പണം പിരിക്കാനേ വേറെ മാർഗങ്ങളുണ്ട്. അതിൽ കൈയിട്ട് വരാൻ നീ അച്ഛന് 2 ബക്കറ്റ് വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്തുള്ള ഒരാൾക്കും അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. നിന്റെ നാവിൽ നിന്ന് ആരെങ്കിലും ഇതറിഞ്ഞാൽ നീ അടക്കം എല്ലാവരും ജയിലില്ല. എന്തായാലും എന്റെ ചേട്ടൻ ഒരിക്കലും ഇത് അറിയണ്ട. അങ്ങേരുടെ മനസ്സിലൊന്നും നിൽക്കൂല. അച്ഛാ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഹോമം നടത്തണം. ചിറ്റപ്പന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ മോക്ഷകർമ്മം നടത്തണം. ആത്മാവിനെ ആൺരൂപത്തിൽ ആവാഹിച്ച് രാമേശ്വരത്തോ തിരുനെല്ലിയിലോ സമർപ്പിക്കണം. എനിക്കിനി ഈ കുറിപ്പിനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വയ്യ. എന്റെ പൊന്നേട്ടാ, നാട്ടിൽ എത്രയോ പേർ മരിക്കുന്നു. അവരാരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ലല്ലോ അനിയ. ഒള്ളി അവർ ചിറ്റപ്പൻ. അച്ഛന് ശാന്തി കിട്ടുന്നതിന് മോൻ എന്താ എത്ര വിഷമം? ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അത് പറയരുത്, അത് പറയരുത്. മരിക്കുന്നത് വരെ അച്ഛൻ നിങ്ങൾക്ക് സ്വന്തം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവായി. ആത്മാക്കളെല്ലാം പൊതുസ്വത്തല്ലേ? മാത്രമല്ല, ഇന്ന് അടിയോടി, നാളെ ചിറ്റപ്പൻ എന്റെ ദേഹത്താണ് കയറുന്നതെങ്കിലോ? ചേട്ടനെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഇവന്റെ അമ്മയെ കണ്ട് സംസാരിക്കാം. അതെ, പഴമക്കാർക്ക് അതിന്റെ വില അറിയും. ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഹോമം നമുക്ക് എല്ലാവർക്കും കൂടി നടത്താം. ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ നിന്നും മാറി നിന്നാ മതി. അതൊന്നും വേണ്ട. ഈ ഹോമമല്ലാതെ വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. അതെ, സമയവും സന്ദർഭവും നോക്കി വേണം പരാതി തരാൻ. അല്ലാത്തതൊന്നും പരാതിയായിട്ട് അംഗീകരിക്കില്ല. ഇയാൾ ഒരാഴ്ച ശേഷത്തോട്ട് വാ.
സാർ ഒരു മിനിറ്റ്. ഹോമം തീരുന്ന സമയത്ത് വീട്ടുകാർ മാത്രം മതിയെന്ന് തന്ത്രി പറയുന്നത്. അതെന്താ ഇനി അങ്ങനെ? ആവാഹിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നാ ചിലപ്പോ ചാടി പിടിക്കുന്നത് ആൾരൂപത്തിലേക്കായിരിക്കില്ല, നമ്മളിലേക്കായിരിക്കും. എന്നാ പിന്നെ പോകുന്നതാണ് നല്ലത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, എല്ലാരും പിരിഞ്ഞു പോകൂ. അല്ല നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോകാം. പോകോ 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 പോ പോ. അമ്മയെ വിളിച്ച് ഇവിടെ ഇരുത്ത. ഞാൻ വരില്ല. നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ കർമ്മം നടത്തുമ്പോ ഞാൻ വരാം. നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്കതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? സരസു, അതെ, അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തോണ്ടാ. സാരല്ല, പ്രായശ്ചിത്തം കഴിച്ച് നല്ലൊരു ദിവസം അറിയിച്ചാൽ മതി, ഞങ്ങൾ വരാം. അമ്മേ, എന്നാ വരട്ടെ. സരസു, സരസു, അമ്മേ, പിടി. അമ്മേ, പിടിച്ച്. സരസു, സരസു. വിനയ, അമ്മ മിണ്ടുന്നില്ല. എനിക്ക് പേടിയാവുന്നു. തല ചുറ്റിയതാ, അല്പ കഴിയുമ്പോ ശരിയായിക്കോളും. ഈശ്വര, അച്ഛൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു ഡോക്ടർ, ഞാൻ ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു ഭാഗ്യം. ഡോക്ടർ ആശുപത്രി പോണ വഴിക്ക് ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്നു. കുറച്ചു നേരം ഉറങ്ങട്ടെ. ഒരു ഫുൾ ചെക്കപ്പ് വേണ്ടി വരും. ഉണരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഉണ്ടോ ഡോക്ടർ? ഞാൻ എടുത്തോളാം. ചേട്ടൻ കൂടെ ആശുപത്രി വെച്ചില്ലേ? വേണ്ട ഏർപ്പാട്. അച്ഛാ, അച്ഛാ, മോനെ. സാരമില്ല, സരസുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ എന്തിനാ ചാടത്തുള്ളി ഇങ്ങോട്ട് പോകുന്നത്? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. നാട്ടുകാരും വീട്ടുകാരും എല്ലാവർക്കും എന്റെ സമാധാനം കളയണമെന്നല്ലേ ഉള്ളൂ. എന്ത് സമാധാനമാണ് നിനക്ക് വേണ്ടത്? അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണോ? കൊന്ന ഈ വീട്ടിനകത്ത് നീ കുഴിച്ചു മൂടുമോ? മതി, ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ജയിലെങ്കിൽ ജയിൽ, ഇതിനും ഭേദമാ. അത് ഏട്ടൻ മാത്രം തീരുമാനിച്ചാ പോരാ, എനിക്ക് എന്റെ നിലനിൽപ്പൂടി നോക്കണം. നിലനിൽപ്പോ? നിന്റെ മഹത്വം കൊണ്ട് കിട്ടിയെന്ന് നീ കരുതുന്ന ജോലിയാണോടാ നിലനിൽപ്പ്? നിനക്ക് ഞാൻ തന്ന ദാനമാണത്. ഇവനത് കിട്ടിയാലേ കുടുംബരക്ഷണമെന്ന് ഞാൻ കരുതി. ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തവനാ ഞാൻ. ഒരു ശരിയെങ്കിലും ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് അവർ എനിക്ക് വെച്ച് നീട്ടിയ ജോലി നിനക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതൊന്ന് എന്റെ കയ്യിലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ ഈ ഗതി വരില്ലായിരുന്നു. അമ്മ തളർന്ന് വീണില്ലായിരുന്നു. നിന്റെ ന്യായങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് നേരെ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ശിക്ഷിക്കാൻ ഇനി ഞാൻ അനുഭവിക്കില്ല. നിർത്ത്! എന്റെ പേരും പറഞ്ഞ് ആരോട് ശബ്ദിച്ചു പോരുത്. ഇത് എന്റെ വീടാണ്, കൃഷ്ണക്കുറുപ്പിന്റെ വീട്. ഇതിനകത്ത് കൃഷ്ണക്കുറുപ്പിന് മക്കളുണ്ടായിരുന്നു. ആ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു കാലവും. കുഞ്ഞുനാളെ ഞങ്ങൾ തല്ലി ഓടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ദേഹം മുറിഞ്ഞിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരാളെ കൊല്ലും. അച്ഛാ, ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, ശവമാണ്. ദഹിപ്പിക്കാൻ കഴിയാത്ത ശവം. ഇതിനകത്തൊരു ഇരുട്ട് മുറിയില് ഞാൻ ഒതുങ്ങിക്കൂടിയത് നിന്നെ പേടിച്ചിട്ടല്ലടാ മോനെ, എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ.
പക്ഷെ അച്ഛന് തെറ്റുപറ്റി. എന്റെ മരണം അനുഗ്രഹമായെന്ന അർത്ഥത്തിൽ സംസാരിച്ച ആ നിമിഷമില്ലേ, അന്ന് മുതല് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മക്കള്, ലാളിച്ചു വളർത്തിയ മക്കള് അച്ഛനെ ഓർത്ത് ഒരുപാട് മനസ്സുരുകിയല്ലേ. നന്ദി. നിനക്ക് ഇൻഷുറൻസിന്റെ പണം വേണമല്ലേ? കിട്ടും. പക്ഷെ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛന്റെ ദാഹം നീ തന്ന 2 ബക്കറ്റ് വെള്ളം കുടിച്ചിട്ട് മാറിയില്ലല്ലോ മോളെ. നീ വിഷമിക്കണ്ടടാ. നിനക്ക് നിന്റെ ജോലി തുടരാം, വിവാഹം കഴിക്കാം. അച്ഛൻ ഒന്നിനും തടസ്സമാവില്ല. മക്കളോട് ഒരു ഉപദേശം മാത്രം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കരുത്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഒരു നല്ല ജോലി ഞാൻ ആഗ്രഹിച്ചു പോയി. എനിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ചെയ്ത തെറ്റിന് അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. എന്നെ ശാപിക്കരുത്. തൃപ്തിയായി. ഏതോ ഒരു ശക്തി നിന്നെ കൊണ്ട് ഇത് പറയിച്ചല്ലോ, അത് മതി. ഇനി ആർക്കും ഉപദ്രവം ഇല്ലാതെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അച്ഛൻ കഴിഞ്ഞോളാം. നീ വിഷമിക്കണ്ട. എന്നെ തനിച്ചാക്കിയിട്ട് പോവാ? എവിടേക്കാണെങ്കിലും ഞാനും ഉണ്ട്.